സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. അതെ കർത്താവെ, അവിടുത്തെ സന്നിധത്തിന് മുമ്പാകെ ഞങ്ങൾ മുട്ടുമടക്കുന്നു. ഞങ്ങളതിനെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തുന്നു കർത്താവെ. ഒരു സീറോ ആയിട്ട്, ഒരു പൂജ്യമായിട്ട് കർത്താവെ ഞങ്ങളെ തന്നെയും താഴ്ത്തുന്നു. അവിടുത്തെ രക്തത്താലെ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഫ്രഷ് ആയിട്ട് ഞങ്ങളെ കഴുകിയാട്ടെ. അവിടുത്തെ സ്നേഹത്താലെ ഞങ്ങളെ അളവില്ലാതെ നിറയ്ക്കണം കർത്താവെ. അവിടുത്തെ സാന്നിധ്യത്താലെ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ, അവിടുന്ന് തന്നെ ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നിത്യമായ തിരുവചനം കർത്താവെ, ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറിപ്പോകാത്ത അവിടുത്തെ ആ വചനത്തിൽ നിന്ന് അവിടുത്തെ ആലോചനകളെ കേൾപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഞങ്ങൾ മുന്നോടിയായിട്ട് അവിടുന്ന് പോയ വഴികളെ കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ കർത്താവെ, അവിടത്തേക്ക് ഞങ്ങളോടുള്ള ആ സ്നേഹത്തെ കാണുവാനും കർത്താവെ, അവിടുന്ന് പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് തന്നെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് അവിടുത്തെ ആ സമർപ്പണത്തെ കണ്ട് കർത്താവെ, ആ വഴിയെ തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോകുവാൻ, ആ മരണത്തിന്റെയും പുനരുദ്ധാനത്തിന്റെയും വഴിയിലേക്ക് കർത്താവെ നടന്നു നീങ്ങുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനസ്സിലെ ഭാരങ്ങളെയും ആകുലതകളെയും എല്ലാം അവിടുത്തെ മേൽ ഇട്ട് തരുന്ന കർത്താവെ, അവിടെ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നുവല്ലോ. അവിടുന്ന് എല്ലാം അറിയുന്നവനായ ദൈവമായതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ എല്ലാ പരമാധികാരത്തിലിരിക്കുന്നവർക്ക് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം 18 അധ്യായത്തിന്റെ അതിന്റെ 37 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 18 അധ്യായത്തിന് 37 വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാം. കർത്താവ് ക്രൂശിക്കപ്പെടാൻ പോകുന്നതിന്റെ തലേ ദിവസം രാത്രിയിലെ കർത്താവ് ശിഷ്യന്മാരുമായിട്ടുള്ള ഒരു അന്ത്യത്താഴം കഴിക്കുന്നതായിട്ടൊക്കെ യോഹന്നാൻ 13 അധ്യായത്തിൽ നമ്മൾ കണ്ടു. അതിനുശേഷം യൂദാസ് ഉറ്റുകൊടുക്കാനായിട്ട് പോയി. ബാക്കിയുള്ള 11 ശിഷ്യന്മാരോട് കർത്താവ് ദീർഘനേരം അവരോട് സംഭാഷിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ യോഹന്നാൻ 13 അധ്യായത്തിന് 31 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടു. കുഞ്ഞുങ്ങളെ ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കർത്താവ് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് 14 അധ്യായത്തിന് അവസാനം എത്തിയപ്പോഴത്തേക്ക് അവര് അവിടെ നിന്ന് പോകുന്ന ഒരു കാര്യം കാണുന്നുണ്ട്. ഒരു പക്ഷേ ഉലൂമലേക്ക് പോകുന്നതായിട്ട് നമ്മൾ മത്തായി 26-30 അത് ചേർത്ത് ചിന്തിച്ചു. പോകുന്ന വഴിയിലോ എത്തിയിട്ടുള്ളതായിട്ടുള്ള ആ സമയത്ത് കർത്താവ് യോഹന്നാൻ 15 അധ്യായത്തിൽ ഞാൻ തന്നെ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. 16 അധ്യായത്തിന് അവസാനം ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, എന്നിൽ നിങ്ങൾക്ക് സമാധാനമുണ്ട്, ലോകത്ത് കഷ്ടമുണ്ട് എന്നുള്ള കാര്യമൊക്കെ കർത്താവ് പറഞ്ഞിട്ട് 17 അധ്യായത്തിന് കർത്താവിന് ദീർഘമായിട്ടുള്ള ഒരു പ്രാർത്ഥന, മഹാപുരോഹിത പ്രാർത്ഥന, ഹൈപ്രീസ്ലി പ്രെയർ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടിയും അവിടെ പ്രാർത്ഥിച്ചതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കർത്താവിന്റെ ഹൃദയത്തിന്റെ ഭാരം, യേശുവും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ തന്നെ നമ്മളും ദൈവത്തോട് ഒന്നായിരിക്കണം, നമ്മൾ പരസ്പരവും ഒന്നായിരിക്കണം എന്നുള്ളൊരു കാര്യം, അതിന് തടസ്സമായിട്ടുള്ള നമ്മളുടെ ആ സ്വന്തം ഇഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ തുടർന്നും കാണുന്നുണ്ടായിരുന്നു. നമ്മളതിനെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ ദൈവത്തിന് മുമ്പാകെ നമുക്ക് ഉള്ളിടത്തോളം ഒരു സീറോ ആയിട്ട് നമ്മളതിനെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളെ ദൈവാത്മാവ് നമ്മളുടെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞ് നമ്മൾ ദൈവത്തോട് ഒന്നാകും. യോഹന്നാൻ 17 അധ്യായത്തിലെ കർത്താവിന്റെ ഒരു ദീർഘമായിട്ടുള്ള ഒരു പ്രാർത്ഥന, മഹാപുരോഹിത പ്രാർത്ഥനയൊക്കെ കണ്ടിട്ട് യോഹന്നാൻ 18 അധ്യായത്തിലെ കർത്താവ് അറസ്റ്റഡ് ആവുന്ന കാര്യം നമ്മൾ കാണുന്നത്. യോഹന്നാൻ 18 അധ്യായത്തില് കർത്താവ് ശിഷ്യന്മാരുമായിട്ട് ഗത്സമനെ തോട്ടത്തിലേക്ക് കയറി ചെല്ലുന്ന ഒരു കാര്യം നമ്മൾ അവിടെ കാണുന്നുണ്ട്. അവിടെ കർത്താവിനെ വന്ന് അറസ്റ്റ് ചെയ്യാനുമായിട്ട് യൂദാസ് കർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന റോമൻ പട്ടാളക്കാർക്കും മഹാപുരോഹിതന്മാർക്കും എല്ലാം ഒരു ഗൈഡായിട്ട് നിന്നുകൊണ്ട് അത് കാണുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 1 അധ്യായത്തിലേക്ക് നമ്മളൊന്ന് തിരിയുവാണെങ്കിൽ പത്രോസ് അവിടെ പറയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 1 അധ്യായത്തില് അവിടെ ജൂഡാസ് ഹു ബിക്കേം എ ഗൈഡ് ടു ദോസ് ഹു അറസ്റ്റഡ് ജീസസ്, അതിന്റെ 16-ാമത്തെ വാക്യം, അപ്പോസ്തലപ്രവൃത്തികൾ 1 അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ സഹോദരന്മാരെ പുരുഷന്മാരെ, അതായത് പെന്തക്കോസ്ത് നാളിന് മുമ്പ് 50-ാമത്തെ നാളിലാണ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്നത്. അതിന്റെ തൊട്ട് മുമ്പേ ഉള്ള ദിവസങ്ങളിൽ പത്രോസ് ശിഷ്യവൃന്ദം 120ഓളം പേര് അവര് കൂടിയിരുന്നതായിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഏകദേശം അറൌണ്ട് 120ഓളം പേരെന്ന് അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മളവിടെ ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ അവിടെ യെരുസലേമിലുള്ള മാളിക മുറിയിൽ അപ്പർ റൂമിൽ അവര് കൂടിയിരിക്കുന്ന ഒരു സമയമാണ്. ഒരുപക്ഷെ കർത്താവ് അന്ത്യത്താഴം ഒരുക്കിയ അതേ മാളിക മുറി തന്നെ ആയിരിക്കുമോ ഇതെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. ഒരുപക്ഷെ ആയിരിക്കാം, അല്ലായിരിക്കാം. ഏതായാലും യെരുസലേമിലുള്ള ഒരു മാളിക മുറിയിൽ അവർ 120ഓളം പേര് ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, സഹോദരന്മാരെ പുരുഷന്മാരെ, 15-16 വായിക്കുന്ന അപ്പോസ്തലപ്രവൃത്തികൾ 1 അധ്യായത്തിന്റെ സഹോദരന്മാരെ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻപറഞ്ഞ തിരുവെഴുത്തിന് നിവൃത്തി വരുവാൻ ആവശ്യമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മളവിടെ. അപ്പൊ ആർക്ക് വഴികാട്ടിയായി? കർത്താവിനെ പിടിക്കുവാനായിട്ട്, ഹി ബിക്കേം എ ഗൈഡ് ടു ദോസ് ഹു അറസ്റ്റഡ് ജീസസ്. കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നവർക്ക് ഗൈഡായിട്ട് തീർന്ന ആ ഒരു യൂദാസ്
ന്റെ കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ യൂദാസ് ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. നമ്മള് നമ്മൾ ആ കാര്യങ്ങൾ മത്തായിയുടെ സുവിശേഷമായിട്ട് ചേർന്ന് ചിന്തിക്കുമ്പോഴേ നമുക്ക് ആ ഭാഗത്തേക്ക് വീണ്ടും പോകാം. ഇപ്പൊ യോഹന്നാൻ 18-ാം അധ്യായത്തില് യൂദാസ് ഇവർക്കൊക്കെ നേതൃത്വം നൽകിക്കൊണ്ട് യൂദ പട്ടാളത്തെയൊക്കെ കൂട്ടിക്കൊണ്ട് വരുന്നതായിട്ട് യോഹന്നാൻ 18:3 നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ യൂദ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരും പരീശന്മാരും അയച്ച സേവകരെയും, അപ്പം റോമൻ പട്ടാളമുണ്ട്, പിന്നെ മഹാപുരോഹിതന്മാരും, റോമൻ പട്ടാളം റോമൻ ഗവൺമെന്റ് അവിടെ ഭരിക്കുന്നേ, പിന്നെ മഹാപുരോഹിത യഹൂദന്മാരുടെ പാർട്ടിൽ നിന്ന് എന്താ ഉള്ളത്, മഹാപുരോഹിതന്മാരും പരീശന്മാരും അയച്ച സേവകന്മാരുണ്ട്. അവരെല്ലാം കൂട്ടിക്കൊണ്ട് ദീപട്ടി പന്തങ്ങളും ആയുധങ്ങളും ഒക്കെ ആയിട്ടൊക്കെ വന്ന് അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ വായിച്ചു. പിന്നെ ഹന്നാസിന്റെ അടുക്കിലേക്ക്, അതായത് മഹാപുരോഹിതനായിട്ട് കയ്യഫാവാണ് ഒഫീഷ്യലി ഉള്ളതെങ്കിൽ പോലും അന്നാസിന്റെ അടുക്കിലേക്ക് ആദ്യം കൊണ്ടുവരുമ്പം അന്നാസിന്റെ കുതന്ത്രങ്ങളായിരിക്കാം ഇതിന് നേതൃത്വം നൽകിയിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മൾ അവിടെ അങ്ങനെ അങ്ങനെ ഉണ്ടായിരിക്കാം എന്നുള്ളൊരു കാര്യം നമ്മൾ കാണുക. എന്ന് വെച്ചാൽ ആദ്യം തന്നെ അവര് കയ്യഫാന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് അന്നാസിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട്. ബാക്കിയുള്ള സുവിശേഷങ്ങളിൽ പറയാത്ത ചില കാര്യങ്ങൾ യോഹന്നാൻ അവിടെ എടുത്തു പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അവരെ കെട്ടിക്കൊണ്ട് കർത്താവിനെ ബന്ധിച്ചുകൊണ്ട് കർത്താവ് കെട്ടപ്പെട്ടവനായത് എന്നെ വിടുവിക്കാൻ വേണ്ടിയാണ്, നമ്മളെ വിടുവിക്കാനോ, നമ്മൾ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന വിടുവിക്കാനോ, മറ്റേ നമ്മളുടെ ആകുല ചിന്തകളിൽ നിന്നുള്ള പല ബന്ധനങ്ങൾ, നമ്മൾ കെട്ടിയിട്ടിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മുടെ മക്കളുടെ കാര്യം, നമ്മുടെ മരുമക്കളുടെ കാര്യം, അവരെന്ത് പറഞ്ഞു, ഇവരെന്ത് പറഞ്ഞു, നാത്തൂരെന്ത് പറഞ്ഞു, അയൽവക്കക്കാരെന്ത് പറഞ്ഞു, ചർച്ചക്കാരെന്ത് പറഞ്ഞു, അവരെന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അവരങ്ങനെ കുറഞ്ഞ്, നമ്മളെ അങ്ങനെ പലവിധമായിട്ടുള്ള പല കാര്യങ്ങൾ, ആൾക്കാർ എന്ത് പറയുന്നു, ആൾക്കാർ മറ്റു മനുഷ്യരുടെ ഒരു പാവമാതിരി അവരെന്തെങ്കിലും പറയുമ്പോഴത്തേക്കും നമ്മളങ്ങ് നിരാശപ്പെടുന്നു. വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും നമ്മളൊക്കെ സ്വയം സഹതാപം, അയ്യോ എനിക്ക് ഇങ്ങനെ പറ്റിയല്ലോ, എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ, എന്റെ മക്കളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ, അവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പലവിധമായിട്ടുള്ള ആൾക്കാർ എന്ത് പറയുന്നതിനെ കുറിച്ചുള്ള ഒരു സ്വയം സഹതാപത്തിലോ അല്ലെങ്കിൽ വേറെ ബാക്കിയുള്ളവരെ കുറിച്ചുള്ള ആകുല ചിന്തകൾ, അവരെന്താവും ഇവരെന്താവും. പക്ഷെ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? കർത്താവ് എനിക്ക് വേണ്ടി ബന്ധിക്കപ്പെട്ട എന്തിനു വേണ്ടി എല്ലാ ബന്ധനങ്ങളിൽ നിന്നും, എല്ലാ ആകുല ചിന്തകളിൽ നിന്നും, എല്ലാ നമ്മളുടേതായ സ്വയ സഹതാപമാവട്ടെ, നമ്മളുടെ മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു മറ്റുള്ളവരോട് നമുക്ക് എന്തെങ്കിലും ക്ഷമിക്കാനുള്ള പ്രയാസമാകട്ടെ, അശുദ്ധമായിട്ടുള്ള ചിന്തകളാവട്ടെ, നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ നമ്മളെ ബന്ധിച്ചിരിക്കുന്നതായിട്ടുള്ള ബന്ധനങ്ങൾ, ആ ബന്ധനങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ച് നമ്മളെ സ്വതന്ത്രമാകാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിടുവിച്ചിരിക്കുന്നത്. അതാ നമ്മള് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിലെ സ്വാതന്ത്ര്യത്തിനായിട്ടല്ലോ നമ്മൾ ആ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ലെങ്കിൽ, കർത്താവ് ഇവിടെ ബന്ധിക്കപ്പെട്ടു എന്ന് ഞാനിവിടെ വായിക്കുമ്പോൾ ഞാൻ ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ലെങ്കിൽ കർത്താവ് ബന്ധിക്കപ്പെട്ടത് വൃഥാവായി. അത് നമ്മൾക്ക് ഇപ്പൊ ഒരാൾ ഒരു കോടി രൂപ കൊണ്ട് തന്നു, അത് നമ്മളെടുത്ത് ടോയ്ലറ്റിൽ ഫ്ലഷ് ചെയ്ത് കളഞ്ഞു എന്ന് പറയുന്ന പോലെ ഇരിക്കും. നമുക്ക് ഒരാൾ 1 കോടി രൂപയുടെ നോട്ട് കെട്ട് നമുക്ക് നമ്മളോടുള്ള സ്നേഹത്തിൽ കൊണ്ടു തന്നു, നമ്മളത് ഒന്നുകിൽ കത്തിച്ച് കളഞ്ഞു അല്ലെങ്കിൽ ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് വേസ്റ്റ് ആക്കി കളഞ്ഞു. പൈസ നമ്മൾ അങ്ങനെ ചെയ്യത്തില്ല, പൈസ വിലയുള്ളതെന്ന് നമുക്കറിയാം. എന്നാൽ കർത്താവ് തന്നിട്ടുള്ള സ്വാതന്ത്ര്യം നമുക്ക് വിലയില്ല. ഗലാത്യർ 5-ാം അധ്യായത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? കർത്താവ് നമ്മളെ എന്തിനു വേണ്ടിയാ സ്വതന്ത്രമാക്കിയിരിക്കുന്നത്? നമ്മള് സ്വാതന്ത്ര്യത്തിനായിട്ട്. അതാ ഞാൻ ആ ഗലാത്യർ നിന്ന് എടുത്തോട്ടെ, ഗലാത്യർ 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തില് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. സ്വാതന്ത്ര്യത്തിനായിട്ടാണ് കർത്താവ്. വലിയൊരു സ്വാതന്ത്ര്യം. ആൾക്കാർ എന്ത് പറയുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്തെങ്കിലും നമുക്കെതിരായിട്ട് ചെയ്യുന്നു എന്നുള്ളതോ ഒന്നും നമ്മളെ ബാധിക്കേണ്ട കാര്യമില്ല. എല്ലാം പരമാധികാരിയായിട്ടുള്ള ഒരു കർത്താവ്, എല്ലാം നിയന്ത്രിക്കുന്നവനായ ഒരു ദൈവമാണ് എനിക്ക് പിതാവായിട്ടുള്ളത്. അപ്പൊ പിന്നെ ആൾക്കാർ എന്ത് പറയുന്നു എന്നുള്ളതോ ഭാവിയിൽ എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകും ഒന്നിനെ കുറിച്ച് എനിക്ക് ആകുലപ്പെടേണ്ട കാര്യമില്ല. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുവിൻ. അടിമനുഖത്തിന് പിന്നെയും കുടുങ്ങി പോകരുത്. വേറെ എന്തെങ്കിലുമൊക്കെ ആൾക്കാരുടെ അഭിപ്രായമാകുന്ന അടിമനുഖമായിരിക്കും. അവരെന്തെങ്കിലും പറഞ്ഞു, ഇവരെന്തെങ്കിലും പറഞ്ഞു, അവര് ചെയ്തു, ഇവര് ചെയ്തു, അവരെന്നെ നോക്കി ചിരിച്ചില്ല, അവരെന്നെ നോക്കിയിട്ട് കൈ തന്നില്ല, അവരെന്നെ വിളിച്ചില്ല, അവരെന്നെ അന്വേഷിച്ചില്ല, അങ്ങനെയൊക്കെയുള്ള അടിമനുഖം. വേറെ എന്തെല്ലാം അടിമനുഖമാകട്ടെ, നമ്മളെ ബന്ധിച്ചിരിക്കുന്ന അത് കൺമോഹൻ ജഡമോഹൻ ജീവനത്തിന്റെ പ്രതാപം എന്ന് പറഞ്ഞ പോലെ അത് മനുഷ്യമാനം തേടുന്നതായിരിക്കും നമ്മുടെ അടിമനുഖം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജഡിക സുഖങ്ങളായിരിക്കും ചിലർക്ക് അടിമനുഖമായിട്ടുള്ളത്. അല്ലെങ്കിൽ പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും അടിമനുഖമായിട്ടുള്ളത്. വേറെ എന്തെങ്കിലുമൊക്കെ അടിമനുഖങ്ങൾ നമുക്കുണ്ടെങ്കിൽ ആ കർത്താവ് പറയുന്നത് ഇനി അടിമനുഖത്തിലേക്ക് ഇപ്പൊ നമ്മള് ഒരു പക്ഷിയെ കൂട്ടിന്ന് വെളിയിൽ ഇറക്കി വിട്ടു, പിന്നെ ആ കൂട്ടിനകത്ത് പക്ഷി കയറിയിരുന്നാൽ എങ്ങനെ ഇരിക്കും? അയ്യോ, അത് ഇനി സ്വതന്ത്രമാക്കിയിട്ട് കാര്യമില്ലല്ലോ എന്നുള്ളത്. അപ്പൊ കർത്താവ് നമ്മളെ സ്വാതന്ത്ര്യത്തിനായിട്ട് വലിയൊരു സ്വാതന്ത്ര്യം, പരിശുദ്ധാത്മാവ് സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവാണെന്ന് നമ്മൾ 2 Corinthians 3-ന്റെ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ആ ഒരു ആത്മാവിൽ വലിയൊരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടി നമ്മൾ
കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നു വരുന്ന കഴുകന്മാരെന്ന് പറഞ്ഞാൽ ഒന്നിനും അതൊരു തടസ്സമില്ല. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഹൈവേ അങ്ങോട്ട് വീഴും, നമ്മുടെ ഡൈവേർഷൻ അങ്ങോട്ടേക്കാണ്. പിന്നെ എന്തിനു പറഞ്ഞാൽ അവിടെ കുഴിയുണ്ട്, ഇവിടെ യുനോ ടേൺ അഹെഡ്, ഡൈവേർഷൻ, അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി തടസ്സങ്ങളുണ്ട് നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ. കഴുകൻ പറന്നു പോവുകയാണെങ്കിൽ കഴുകൻ എങ്ങനെ പറന്നു പോകുന്നത്? ഇവിടുന്ന് കഴുകനെ തിരുവനന്തപുരത്തേക്ക് വരെ പറന്നു പോകണമെങ്കിൽ ഒരു തടസ്സമില്ല. ഇനിയിപ്പോ വലിയൊരു എവറസ്റ്റ് പർവ്വതം ഉണ്ടെങ്കിൽ പോലും കഴുകൻ അതിന്റെ മേലെ പറന്നു പോകും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആത്മാവില് ശരിയാണ്, നമ്മൾ ഭൗതികമായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ലിമിറ്റേഷൻ ആയിരിക്കുമ്പോൾ നമുക്ക് റോഡിലും കാര്യങ്ങളും ഒക്കെ പല തടസ്സങ്ങളുണ്ട്. എന്നാ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നു വരുന്ന ഒരു കാര്യമാണ് കർത്താവിനെ കാത്തിരിക്കുന്നവർക്കുള്ള ഒരു വാഗ്ദത്തം. അതെന്താ? യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിലാണ് നമ്മളത് വായിക്കുന്നത്. കർത്താവിനെ കാത്തിരിക്കുന്നവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ച് പറഞ്ഞു വരും, അവർ പുതുബലം പ്രാപിക്കും. അപ്പൊ നമ്മെ തന്നെ അതിന് തടസ്സമായിട്ടുള്ളത് നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്വയത്തിലുള്ള, നമ്മള് ദൈവത്തിനായിട്ട് നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാത്തത് കൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആകുല ചിന്തകളോ ഒരു സ്വയസഹതാപോ, അയ്യോ അങ്ങനെ ആയല്ലോ ഇങ്ങനെ ആയല്ലോ, എന്തെങ്കിലും ഒരു പരാതിയോ പരിഭവമോ എന്തെങ്കിലും ഒരു ആകുല ചിന്തയോ ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ അതിന്റെ കാരണം ഞാൻ കർത്താവിനായിട്ട് സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. ഞാൻ കർത്താവിനായിട്ട് എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് വലിയൊരു സ്വാതന്ത്ര്യം, പരിശുദ്ധാത്മാവ് എന്നെ നിന്ന് നിറയ്ക്കുമ്പോൾ, പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ് ഇസ് എ സ്പിരിറ്റ് ഓഫ് ലിബർട്ടി, നമുക്ക് ആ വാക്യം അറിയാം. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, 18-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു എന്താ പറയുന്നത്, അവിടെ മൂടുപടം നീങ്ങപ്പെട്ട മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ വചനമാകുന്ന കണ്ണാടിയിൽ കാണുന്ന കാര്യം അവിടെ 2 കൊരിന്ത്യർ 3:18 പറയുന്നതിന് തൊട്ട് മുമ്പ് 17-ാമത്തെ വാക്യത്തിൽ കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന് ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പരിശുദ്ധാത്മാവുള്ളിടത്ത് എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് എല്ലാത്തിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം. അപ്പൊ കർത്താവ് ഇവിടെ അന്നാസിന്റെ അടുക്കലേക്ക് ബന്ധിതനായിട്ട് പോയി. നമ്മളിവിടെ യോഹന്നാൻ 18-ന്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. പിന്നീട് 24-ാമത്തെ വാക്യത്തിലും കെട്ടപ്പെട്ടവനായിട്ട് മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അടുക്കലേക്ക് ഈ കർത്താവിനെ അയക്കുമ്പോൾ, കർത്താവ് കെട്ടപ്പെട്ടവനായത് മോനെ മോളെ, കർത്താവ് നമ്മളോട് പറയുന്നത്, ഞാൻ എന്തിനാ കെട്ടപ്പെട്ടവനായ? കർത്താവിന് കടലുമേലെ നടക്കാൻ പറ്റുമായിരുന്നു, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റുമായിരുന്നു. ലാസറസിന്റെ ആ ബന്ധനങ്ങളിൽ നിന്നെല്ലാം അവനെ വിടുവിച്ചുകൊണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് എന്തെല്ലാം വലിയ വലിയ കാര്യങ്ങൾ, എന്തെല്ലാം വലിയ വലിയ അത്ഭുതങ്ങൾ. 5 അപ്പം കൊണ്ട് 5000-ലേറെ പേരെ പോഷിപ്പിച്ച ഈ കർത്താവിന് ഇവരിട്ടേക്കുന്ന ഒരു ഇട്ടാവട്ടമുള്ള ഒരു കുഞ്ഞു കയറ് അതങ്ങ് ഭേദിക്കാനായിരുന്നു കർത്താവിന് പ്രയാസം. പക്ഷെ കർത്താവ് ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു എന്ന് നമ്മൾ 2 കൊരിന്ത്യർ 13:4 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ കർത്താവ് തന്നെ ബലഹീനനായിട്ട് അങ്ങ് എണ്ണി, പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് തന്നെ ബലഹീനനായിട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. എന്തിനു വേണ്ടിയാ? എന്നെ കർത്താവ് വിടുവിക്കാൻ വേണ്ടിയാ. എന്റെ ജീവിതത്തിലെ എല്ലാ പാപബന്ധനങ്ങളിൽ നിന്നെല്ലാം എന്നെ വിടുവിച്ച് എനിക്ക് വലിയ സ്വാതന്ത്ര്യത്തോടെ, വലിയ സമാധാനത്തോടെ, വലിയ സ്വസ്ഥതയോടെ, വലിയ പ്രത്യാശയോടെ, വലിയ സന്തോഷത്തോടെ ഞാൻ ജീവിക്കണം. അല്ലാതെ എന്തെങ്കിലും ഒരു ഭാരത്തോടൊന്നും ആയിരിക്കാതെ ഞാൻ വലിയ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി കർത്താവ് എന്നെ വിടുവിച്ചതെന്നുള്ള കാര്യം നമ്മളവിടെ കാണുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അന്നാസിന്റെയും കയ്യഫാവിന്റെയും ഒക്കെ ആ നടുമുറ്റത്ത്, അവരുടെ വീടിന്റെ നടുമുറ്റത്ത്, അവിടെ കോർട്ട്യാർഡിലാണ്, മുറ്റത്താണ് പത്രോസ് 3 തവണ തള്ളി പറഞ്ഞത് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം അതിനിടയിൽ പിലാത്തോസ് അറിയുന്നു ഇത് ഹെരോദ്യാവിന്റെ ജൂറിസ്ഡിക്ഷൻ ആണെന്നുള്ള കാര്യം. ഹെരോദ്യാവിന്റെ അടുത്തേക്ക് പോകേണ്ട ആ കാര്യങ്ങൾ നമ്മൾ യോഹന്നാൻ സുവിശേഷത്തിൽ വായിക്കുന്നില്ലെങ്കിലും നമ്മൾ ഇവിടെ പിലാത്തോസിന്റെ അടുത്തുള്ള ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടായിരുന്നു. അപ്പം അന്നാസിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നു, പിന്നെ കയ്യഫാവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് പിലാത്തോസിന്റെ പിലാത്തോസിന്റെ ആസ്ഥാനത്തേക്ക് ഇവർ ചെല്ലുന്നു. റോമൻ ഗവർണറാ പിലാത്തോസിന്റെ ആസ്ഥാനത്തേക്ക് കൊണ്ടു ചെല്ലുന്നു. അപ്പം പിലാത്തോസിന്റെ ആസ്ഥാനത്തിൽ ആയിരിക്കുന്ന സമയത്തെ കർത്താവിന്റെ ആ ഒരു കൺഫെഷൻ, ആ ഒരു നല്ല സ്വീകാരം, ആ നല്ല സ്വീകാരത്തെ കുറിച്ച് തിമോത്തിയോസിനോട് ഉത്ബോധിപ്പിക്കുന്നതൊക്കെ നമ്മൾ 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചായിരുന്നു. കർത്താവ് പിലാത്തോസിന് മുമ്പാകെ, പൊന്തിയോസ് പിലാത്തോസിന് മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ച ആ കർത്താവിന്റെ നല്ല സ്വീകാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. നമ്മൾ യോഹന്നാൻ 18:36 അത് കാണുന്നുണ്ട്, 19:11 നമ്മൾ കാണുന്നുണ്ട്. എന്താ യോഹന്നാൻ 18:36 യേശുവിന്റെ നല്ല സ്വീകാര്യം? എന്താ? എന്റെ രാജ്യം ഐഹികമല്ല, എന്റെ രാജ്യം ഈ ലോകത്തിൻ്റെതല്ല എന്നാണ് അവിടെ അക്ഷരികമായിട്ടുള്ള പരിഭാഷ വരേണ്ടത്. പിന്നെ താഴെ എന്റെ രാജ്യം ഐഹികമല്ലെന്ന് തന്നെ അവിടെ കർത്താവ് പറയുന്നുണ്ട്. ഈ ലോകത്തിൻ്റെതല്ല എന്റെ രാജ്യം. ലോകത്തിലെ പല പല റിപ്പബ്ലിക്കുകളും രാജ്യങ്ങളും ഒക്കെ ഉണ്ട്, അതിലെ ഒരു രാജ്യമല്ല എന്റെ രാജ്യം. മറിച്ച് അത് ഈ എന്റെ രാജ്യം ഈ ലോകത്തിൻ്റെതായിരുന്നെങ്കിൽ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വേണം എന്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല. എന്റെ രാജ്യം നോട്ട് ഓഫ് ദിസ് റെലം. നമ്മളുടെ രാജ്യം ഈ ലോകത്തിൻ്റെതാണെങ്കിൽ നമ്മൾ ആരോട് പോരാടും? ജഡരക്തങ്ങളോട് പോരാടും. നമ്മളതാ ഇവിടെ എഫേസ്യർ 6-ാം അധ്യായത്തിലെ ആ വാക്യം നമുക്ക്
സാഗ് വേർ നമ്മൾ എപ്പോഴും പലപ്പോഴും കേൾക്കാറുള്ള വാക്യമാണ്. നമ്മളുടെ പോരാട്ടം, നമ്മൾ ഈ ലോകത്താണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആൾക്കാരോട് പോരാട്ടമുണ്ട്. അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞു. അത് നമ്മൾ ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് പോരാടിയില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ, ഓ അവരെന്നാലും അങ്ങനെ പറഞ്ഞല്ലോ, ഇവരിങ്ങനെ പറഞ്ഞല്ലോ, അവരെന്റെ മോളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ, ഇവരെന്റെ മരുമോളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ. പക്ഷേ നമ്മളുടെ ലോകം ഈ രാജ്യത്ത്, ഈ ലോകത്തിൻ്റെതല്ലെങ്കിൽ അവരെന്ത് പറഞ്ഞാലും ഇപ്പൊ ഇവരെന്ത് പറഞ്ഞില്ലേലും ഒന്നും ഒരു കാര്യമില്ല. കർത്താവ് എന്ത് പറയുന്നു? കർത്താവ് എന്റെ മോളെ കുറിച്ച് എന്താ പറയുന്നത്? കർത്താവ് എന്റെ മരുമക്കളെ കുറിച്ച് എന്താ, കൊച്ചുമക്കളെ കുറിച്ച് എന്താ പറയുന്നത്? അതാണ് നമ്മളെ കൺസേൺ. അത് നമ്മൾ എഫീസർ 6-ാം അധ്യായത്തിന് 12-ാമത്തെ വാക്യത്തില് എന്താ നമ്മൾ വാക്യം? നമ്മുടെ പോരാട്ടം, നമുക്ക് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോടല്ല. ഈ ലോകത്താണ് നമ്മുടെ രാജ്യം എന്നുണ്ടെങ്കിൽ നമ്മുടെ സേവകർ ഇവിടെ പോരാടും. അവര് അയ്യോ എന്നാലും അങ്ങനല്ല ഇങ്ങനല്ല. നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു ചിലപ്പോൾ നമ്മള് അക്ഷരികമായിട്ട് പോരാട്ടത്തില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമുക്കൊരു പോരാട്ടങ്ങളായിരിക്കും. അവരിങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, അവരങ്ങനെ നോക്കി, ഇവരിങ്ങനെ കണ്ടു. പക്ഷേ നമ്മൾ ഈ ഇവിടെ ജീവിക്കണമെങ്കിൽ മതിയാക്കി സ്വർഗോന്നതങ്ങളിൽ ജീവിക്കാനാണ് കർത്താവ് നമ്മളുടെ ഈ താമസം മാറ്റുന്നെന്ന് പറയത്തില്ല. ഈ ചില ഒരിടത്തുനിന്ന് താമസമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് വേറൊരിടത്തേക്ക് പാണ്ടാക്കട്ട് എടുത്തുകൊണ്ട് നമ്മളെ ഇപ്പൊ താമസം മാറ്റുന്നെന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ ലോകത്ത് ജീവിച്ച് മടുത്തോ? അതോ നമ്മൾ ഈ ലോകത്ത് തന്നെ ജീവിക്കാൻ കർത്താവേ, ഞാൻ ഈ ലോകത്താണ് ജീവിക്കുന്നത് ശരിയാണ്, പക്ഷെ ഈ ലോകത്തല്ല, ഞാൻ സ്വർഗീയവാസിയാകാനാണ് കർത്താവിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിന് ജീവിക്കുവാണെങ്കിൽ നമുക്ക് ആൾക്കാരോട് പോരടിക്കണം. നിങ്ങൾ അങ്ങനെ ചെയ്തു, നിങ്ങൾ അങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു. എന്താ ഭർത്താവ് ഭാര്യയോട് പോരടിക്കുന്നു, ഭാര്യ ഭർത്താവിനോട് പോരടിക്കുന്നു, അയൽവക്കക്കാരോട് പോരടിക്കുന്നു. പക്ഷെ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങൾ, ജഡവും രക്തവും ആർക്കാ ഉള്ളത്? മനുഷ്യർക്ക്. പക്ഷെ ഈ ജഡരക്തങ്ങളോടല്ല, അതായത് മനുഷ്യരോടല്ല നമ്മുടെ പോരാട്ടം. ജഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാംസവും രക്തം ഉള്ളത് മനുഷ്യരാ. അപ്പൊ ഈ മനുഷ്യരോടല്ല നമ്മുടെ പോരാട്ടങ്ങൾ, മറിച്ച് എങ്ങോട്ടാ? വാഴ്ചകളോട്, അധികാരങ്ങളോട്. വാഴ്ചകളും അധികാരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പിശാചിന്റെ ശക്തികളെ കുറിക്കുന്ന കാര്യങ്ങളാണ്. വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും അന്ധകാരത്തിന്റെ, ഇരുട്ടിന്റെ ലോകത്തിന് അധിപതികളായിട്ട് പല പിശാചിന്റെ പിശാചിൽ നിന്നുള്ള പിശാചിന്റെ കൺട്രോളിലുള്ള ഭൂതാത്മാക്കള്, ദുരാത്മാക്കളൊക്കെ പലയിടങ്ങളിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളൊക്കെ ദേശാധിപതികളായിട്ടൊക്കെ അവരിങ്ങനെ പല ഇടങ്ങളുമൊക്കെ ഇങ്ങനെ ഭൂതാത്മാക്കള് ഇങ്ങനെ കീഴടക്കി വെച്ചേക്കുക. അവരുടേതായ ചില ഇടങ്ങളും ദുരാത്മാക്കളും അങ്ങനെയുള്ള വിഗ്രഹാരാധനകളിലും ദുർമന്ത്രവാദങ്ങളിലും ഒക്കെ പല പല കുടുംബങ്ങളെയും പല ആൾക്കാരെയും പല സ്ഥലങ്ങളെയൊക്കെ ഇങ്ങനെ കെട്ടപ്പെട്ട് വെച്ചിരിക്കുന്ന പലയിടങ്ങള്. അങ്ങനെ ആ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലുള്ള ഇതിന്റെ എല്ലാം ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് ഒരു സെക്കൻഡ് ഹെവൻ, ഒരു 2-ാം സ്വർഗമുണ്ട്. 3-ാം സ്വർഗം എന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്നിടം. 1-ാം സ്വർഗം നമ്മൾ കാണുന്ന ഈ ആകാശം, പ്രപഞ്ചം, നമ്മൾ കാണുന്ന വിസിബിൾ യൂണിവേഴ്സ്. എന്നാൽ ഈ നമ്മൾ കാണുന്ന പ്രപഞ്ചത്തിനും ദൈവം അധിവസിക്കുന്ന 3-ാം സ്വർഗമായ പർദീസയ്ക്ക് ഇടയിലുള്ള ഒരു 2-ാം സ്വർഗമുണ്ട്. 3-ാം സ്വർഗം എന്ന് പറയുമ്പോൾ എന്തുണ്ട്? 2-ാം സ്വർഗം ഉണ്ടെന്ന് അർത്ഥം. ആ 2-ാം സ്വർഗത്തിലാണ് ആരുള്ളത്? പിശാചിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത്. അവിടെയാണ് നമ്മുടെ പോരാട്ടം ഉള്ളത്. സ്വർലോകങ്ങളിലുള്ള ദുഷ്ടാത്മസേന ഈ 2-ാം സ്വർഗത്തിലിരുന്ന് ദുഷ്ടാത്മസേന കടിഞ്ഞാൻ വലിക്കുവാണ്. ഇവിടെയുള്ള ഭൂതാത്മാക്കളുടെ കാര്യങ്ങളും ഇവിടെയുള്ള മനുഷ്യരെ നിയന്ത്രിക്കണം. അവർക്ക് പലതരത്തിലുള്ള പല ലോക നേതാക്കളെ തന്നെ നിയന്ത്രിക്കുന്ന ഭൂതാത്മാക്കളുണ്ട്, ദുരാത്മാക്കളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആ ദുരാത്മാക്കൾ, അങ്ങനെയുള്ള അതിനോട് നമ്മൾ പോരടിക്കേണ്ടത്. നമ്മള് വേറെ മനുഷ്യരോട് പോരടിച്ചുകൊണ്ടിരുന്ന പിശാചിനോട് പോരടിക്കാൻ നമുക്ക് പിന്നെ ആയുധമൊന്നുമില്ല. മറിച്ച് നമ്മൾ മനുഷ്യരോടുള്ള പോരാട്ടം നിർത്തിയിട്ട് കർത്താവേ, ഞാൻ അവിടുത്തെ സ്വർഗീയ സൈന്യത്തില് സിയോൺ സൈന്യമാണ് ഞാൻ. എനിക്ക് പ്രാർത്ഥനയിൽ നമ്മൾ മറ്റനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അന്ധകാര ശക്തികളെ ബന്ധിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അനേകരെ വിടുവിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പിശാചിനോട് പോരടിക്കുക ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള വലിയൊരു പോരാട്ടം. അതാ കർത്താവ് പറയുന്നത്, എന്റെ സേവകന്മാർ ഇവിടെ ഇരുന്ന് പോരടിക്കുന്ന, ഇവിടെ വാള് പൊങ്ങി പോരടിക്കുന്ന ആരെയും ഞാൻ സമ്മതിക്കത്തില്ല. പ്രിയ ശിഷ്യനായ പത്രോസ് വാളെടുക്കാൻ വന്നപ്പോഴും വാള് ഉറയിലിട്, എനിക്ക് വേണമെങ്കിൽ ലഗീവൻ സൈന്യങ്ങൾ 72,000-ത്തിലധികം ദൂതന്മാരെ വിളിക്കാൻ ശക്തിയില്ലേ, നീ എന്തോതിനെ ഒരു വാളും എടുത്തോണ്ടാണോ എന്നെ പ്രതിരോധിക്കാൻ വരുന്നതെന്നൊക്കെ കർത്താവ് ചോദിക്കുന്നുണ്ട്. അപ്പം അതാ പറയുന്നത്, എന്റെ രാജ്യം ഐഹികമല്ല, കർത്താവിന്റെ രാജ്യം ഐഹികമല്ല. കർത്താവ് നമ്മുടെ രാജാവാണെങ്കിൽ നമ്മുടെ രാജ്യവും എന്തായിരിക്കരുത്? ഇഹം എന്ന് പറഞ്ഞാൽ ഇവിടെ, ഐഹികം എന്ന് പറഞ്ഞാൽ ഇഹത്തെ സംബന്ധിച്ചത് വെച്ചാൽ ഇവിടുത്തെ അല്ല എന്റെ ലോകം. ശരിയാണ്, ഇവിടെ നമ്മൾ ജോലി ചെയ്യുന്നു, പണം സമ്പാദിക്കുന്നു, വീട് വെക്കുന്നു, കാറ് വാങ്ങുന്നു, നമ്മള് സാധനങ്ങൾ വാങ്ങുന്നു, വിൽക്കുന്നു, ജോലി ചെയ്യുന്നു, മക്കളെ പഠിപ്പിക്കുന്നു, നമ്മളുടെ ഉപജീവന മാർഗങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നു. ഇവിടുത്തെ ആ ഒരു ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന വ്യവസ്ഥിതിയിൽ നമുക്ക് കാര്യങ്ങൾ കർത്താവിന് സാക്ഷികളായിട്ട് ജീവിക്കാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ആ വ്യവസ്ഥിതിയിൽ നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. പക്ഷേ
നമ്മൾ ഈ ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതായിട്ടുള്ള ഒരു മൂല്യങ്ങളല്ല നമുക്കുള്ളത്. ലോകക്കാർ എന്ത് പറയുന്നു എന്നുള്ളത് നമുക്ക് ടോയ്ലറ്റിൽ പോലും നമ്മൾ ഫ്ലഷ് ചെയ്യാൻ കൊള്ളാത്തതാണ് മനുഷ്യരുടെ അഭിപ്രായം. എന്ന് വെച്ചാൽ സെപ്റ്റിക് ടാങ്ക് പോലെ അഴുക്കാവുന്നതാണ് മനുഷ്യരുടെ അഭിപ്രായം, മനുഷ്യ പാരമ്പര്യങ്ങളും എല്ലാം. അതൊക്കെ വ്യർത്ഥമായിട്ടുള്ള മനുഷ്യ പാരമ്പര്യങ്ങളാണ്. അതൊക്കെ എല്ലാം യുനോ ഒന്നിനും ഉതകാത്ത കാര്യങ്ങളാണ്. മനുഷ്യരുടെ കണ്ണിൽ വലിയ വിലയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ കണ്ണിൽ വളരെ അറപ്പുളവാക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതൊന്നും നമ്മളെ ബാധിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ ലോകത്തിൻ്റെതല്ല. ഞാൻ ഈ ഇഹലോകത്തിന്റെ പൗരനേ അല്ല, ഞാൻ സ്വർലോക സ്വർലോകത്തിന്റെ പൗരന. എന്റെ പോരാട്ടം സ്വർയുദ്ധം സ്വയുദ്ധമായി കണ്ടുവന്നൊക്കെ രാജീവന്റെ പാട്ടിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പാടുന്ന പോലെ സ്വർഗത്തിന്റെ യുദ്ധമൊക്കെയാണ് നമ്മളുടെ യുദ്ധമായിട്ടുള്ളത്. അല്ലാതെ ഈ ലോകത്തിന്റെ യുദ്ധമായിട്ട് നമ്മൾ പോരടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോരാട്ട കളത്തിലല്ല നമ്മളുള്ളത്. പിന്നെ 37-ാമത്തെ വാക്യത്തിൽ പിലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ, അപ്പൊ നീ രാജാവാന്ന് സമ്മതിക്കുന്നുണ്ടല്ലോ, നീ രാജാവാണോ എന്ന് ചോദിച്ചപ്പെടാം. അതായത് കർത്താവ് എന്താ അതിന്റെ ആ 35-ാമത്തെ വാക്യത്തിലൊക്കെ അല്ല, അതിന്റെ തൊട്ട് മുമ്പ് 33-ാമത്തെ വാക്യത്തില് പിലാത്തോസ് ആൾക്കാരുടെ യഹൂദന്മാര് പറയുന്നത് കേട്ടിട്ട് അവന്ന് പറയുന്നതായിട്ട് നമ്മളത് ബാക്കി സുവിശേഷങ്ങൾ വായിച്ചായിരുന്നു. പിലാത്തോസ് പിന്നെയും ആസ്ഥാനത്തിൽ ചെന്ന് യേശുവിനെ വിളിച്ചു, നീ യഹൂദന്മാരുടെ രാജാവാണോ എന്ന് ചോദിച്ചു. അതിന് ഉത്തരമായിട്ട് നീ ഇത് തന്നെയാണോ ചോദിക്കുന്നതൊക്കെ പിലാത്തോസിനോട് ചോദിച്ചു. 34-ാമത്തെ വാക്യം. 35-ാമത്തെ വാക്യത്തിൽ പിലാത്തോസ് അപ്പം അതിനുത്തരമായി, ഞാൻ യഹൂദനാണോ? നിന്റെ ജനവും മഹാപുരോഹിതന്മാരും നിന്നെ എന്റെ അടുക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു, നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചതിന് നീ എന്താ ചെയ്തേ ഇങ്ങനെയൊക്കെ ഏൽപ്പിക്കാതൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ, എന്റെ രാജ്യം ഐഹികമല്ല, എന്റെ സേവകന്മാര് ഇവിടെ ഇതിനു വേണ്ടി പോരാടുന്ന ആൾക്കാരല്ലെന്ന് പറയുമ്പോൾ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നീ രാജാവ് തന്നെയല്ലോ. 37-ാമത്തെ വാക്യത്തില്. അപ്പം നിനക്ക് സേവകന്മാരൊക്കെ ഉണ്ട്, അപ്പൊ നീ രാജാവ് തന്നെയാണോ? സോ യുവർ എ കിങ്, നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ രാജാവ് തന്നെ. കർത്താവ് പക്ഷെ ഈ ലോകത്തിന്റെ രാജാവല്ല. ഇതേ യോഹന്നാന്റെ 6-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തില് അവിടെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ, 1000-ലേറെ പേരെ പോഷിപ്പിച്ചപ്പോൾ ആൾക്കാരെല്ലാം കൂടെ വന്ന് കർത്താവിനെ രാജാവാക്കാൻ നോക്കുന്ന കാര്യം നമ്മളവിടെ ഇതേ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അവിടെ അപ്പൊ എന്താ കർത്താവ് ചെയ്ത, ഞാൻ രാജാവാ, അപ്പൊ നിങ്ങൾ എന്നെ ഒരു കിരീടവും കൂടെ ഒരു സിംഹാസനം കൂടെ തന്നോളാൻ കർത്താവ് പറയുന്നില്ല. മറിച്ച് എന്താ, ഈ ലോകത്തിന്റെ രാജാവാക്കാൻ നോക്കുമ്പോൾ കർത്താവ് അവിടെ യോഹന്നാൻ 6-ാം അധ്യായത്തിന്റെ അതിന്റെ 14-ഉം 15-ഉം 14-ാമത്തെ വാക്യത്തില് അവൻ ചെയ്ത അടയാളം, 5 അപ്പം കൊണ്ട് 5000-ലേറെ പേരെ പോഷിപ്പിച്ച കാര്യം നമ്മുടെ അവിടെ യോഹന്നാൻ 6-ാം അധ്യായത്തിന് ആദ്യത്തെ വാക്യങ്ങൾ വായിക്കുന്നത്. അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യം എന്ന് പറഞ്ഞു. അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുമെന്ന് ഭാവിക്കുന്നു. ഇവനെ രാജാവാക്കിയ പിന്നെ നമുക്ക് പിന്നെ അധ്വാനിക്കൊന്നും വേണ്ട, ഇവൻ 5 അപ്പം കൊണ്ട് 5000-ലേറെ പേരെ പോഷിപ്പിച്ചോളും, ഇവനെ പിന്നെ അധ്വാനിക്കുകയും കൃഷി ചെയ്യുകയൊന്നും വേണ്ട, എന്താ അപ്പം സുഭിക്ഷമായിട്ട് തന്നോളും. അപ്പൊ യേശു പറഞ്ഞിട്ട് പിന്നെയും യേശു അപ്പൊ പിടിച്ച് രാജാവാക്കാൻ ഭാവിക്കുന്നുവെന്ന് അവര് പറഞ്ഞതുപോലുമില്ല. അതിന്റെ ആ ഭാവം, അവരുടെ ആ നോട്ടവും ഭാവവും ഒക്കെ കണ്ടപ്പോഴത്തേക്കും കർത്താവ് അത് പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാടിനാൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കി പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി പിതാവിനോട് സമയം ചെലവഴിച്ച കർത്താവ് രാജാവാണ്. എന്നാൽ കർത്താവ് ഈ ലോകത്തിന്റെ രാജാവല്ല, മറിച്ച് കർത്താവ് സ്വർഗീയനായ രാജാവാണ്, രാജാതി രാജാവാണ്, വെറും രാജാവല്ല. രാജാതി രാജാവും കർത്താതി കർത്താവും എന്നൊക്കെ 1 തിമോഥെയോസ് 6-ാം അധ്യായത്തിലും വെളിപാട് പുസ്തകത്തിലെ 19-ാം അധ്യായത്തിലും ഒക്കെ നമ്മൾ അവൻ രാജാതി രാജാവും കർത്താതി കർത്താവും എന്നുള്ള കാര്യമൊക്കെ വായിക്കുന്നുണ്ട്. അപ്പം നീ രാജാവ് തന്നെയോ എന്ന് ചോദിച്ചപ്പോൾ നീ അങ്ങനെ പറഞ്ഞല്ലോ. അപ്പം അതാ 37-ാമത്തെ വാക്യത്തില് കർത്താവ് പറഞ്ഞു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവാകുന്നു, സത്യത്തിന് എന്തിനു വേണ്ടി ഞാൻ വന്നേന്ന് പറയുക. കർത്താവ് എന്റെ ഇഷ്ടം ജീവനല്ലേ, പിതാവിന്റെ ഇഷ്ടം ജീവൻ അത്ര താൻ വന്നിരിക്കുന്നത്, ഭൂമിയിലേക്ക് വന്നിരിക്കുന്നതെന്നൊക്കെ യോഹന്നാൻ 6:38 പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നൊരു കാര്യം, ഞാൻ എന്തിനാ വന്നേ, സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നിരിക്കുന്നു. കർത്താവ് ലോകത്തിലേക്ക് എന്തിനാ വന്നേന്നുള്ളതിന്റെ കർത്താവിന്റെ വേറൊരു ഉത്തരം കർത്താവ് പറയുക, ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിനായിട്ട് വന്നതാ. ഈ ലോകം മൊത്തവും അസത്യമാണ്, അയാഥാർത്ഥ്യമാണ്. സത്യം എന്നുള്ള വാക്ക് യാഥാർത്ഥ്യം എന്നുള്ള ഒരു വാക്കായിട്ടും, അത് ഗ്രീക്കില് അലൈത്യ എന്നുള്ള വാക്കിന് സത്യമെന്നും യാഥാർത്ഥ്യമെന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കും. യാഥാർത്ഥ്യം ഇല്ലാത്ത ഭയങ്കര പൊയ് മുഖങ്ങള്, പുറമേ ചിരിക്കും, അകമേ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളും, പുറമേ വലിയ ഭക്തിയും അകമേ സ്വാർത്ഥതയും, അങ്ങനെയൊക്കെയുള്ള യാഥാർത്ഥ്യമില്ലാത്ത സത്യമില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ ക്രിസ്തീയ ലോകത്ത് തന്നെ എത്രയോ യേശുവിന്റെ പേരെടുത്ത് ബൈബിള് പ്രസംഗിക്കുന്ന ആൾക്കാര് അവരുടെ നേതാക്കന്മാരുടെ ഇടയിൽ ഒരു സത്യം കാണാതെ പലരും അങ്ങ് പള്ളിയും കൂദാശയും ഇതെല്ലാം അടുത്തു ഈ യൂട്യൂബിൽ ഓരോ ചാനലുകളുടെ ഓരോ കമന്റ്സിനകത്ത് കാണുമ്പോൾ ആൾക്കാർ ഇന്ന്
ഇതെല്ലാം അങ്ങ് മടുത്ത എല്ലാം ഇതുപോലെ തട്ടിപ്പുകാരാ, എല്ലാം ഇതുപോലെ ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടി വചനത്തിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നത് ശരിയായിട്ട് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഓരോരുത്തരുടെ ദീർഘനിശ്വാസമായിട്ടുള്ള ഓരോ കമന്റുകളും കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ നമ്മൾ കാണും. അപ്പം യുനോ ലോകത്തിൽ മൊത്തവും നമ്മൾ നോക്കുമ്പോൾ അസത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതിനിടയിൽ യേശു കർത്താവ് സത്യമായിട്ട് ഞാൻ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ് യോഹന്നാൻ 14:6 വാക്യത്തിൽ എന്താ പറയുന്നത്? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന കർത്താവ് പറഞ്ഞു. ഇപ്പം സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ആ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിനായിട്ട് ഞാൻ വരുക. നമ്മളെയും കർത്താവ് സാക്ഷികളായിട്ട് നിങ്ങളെ എന്റെ സാക്ഷികളായി തീരും. പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വന്ന് നിങ്ങൾ ശക്തി പ്രാപിച്ച് നിങ്ങൾ എന്റെ സാക്ഷികളായിട്ട് തീരും. യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ലോകത്തിനറ്റത്തോളം എന്ന് പറയുമ്പോൾ ഈ പട്ടോളി മാർക്കറ്റിലും കരുനാഗപ്പള്ളിയിലും രാമപുരത്തും മുട്ടത്തും പിന്നെ എവിടൊക്കെയാന്ന് വെച്ചാൽ നമ്മളെ കറ്റാനത്തും അടൂരും അവിടെ തട്ടാമലയിലും പിന്നെ അവിടെ മുട്ടംകുളത്തിനടുത്തും രാജസ്ഥാനിലും അവിടെ പരിമണത്തും എല്ലായിടത്തും ആ ലോകത്തിന് അറ്റത്തോളം നമ്മൾ എങ്ങനെ സാക്ഷിയായിട്ട് നിൽക്കണമെന്നാ? സത്യത്തിന് സാക്ഷിയായിട്ട്, ആ സത്യമാകുന്ന കർത്താവിന് നമ്മൾ സത്യസന്ധമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നേ. ഓരോ കാര്യങ്ങളും നമ്മൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ ശരിയാണ് പല നൂലാമലകളും നിയമം അതുപോലെ സത്യസന്ധമായിട്ട് ചെയ്യേണ്ടി വരുമ്പോൾ അതിന് പല നൂലാമലകളും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ അവിടെ ഞങ്ങളുടെ ഫാർമസിയോട് ബന്ധപ്പെട്ട് ബാക്കി ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്യുമ്പോൾ ശരിയാണ് പല നൂലാമലകളും കാര്യങ്ങളും ഇതൊക്കെ എല്ലാം ഉണ്ട്. പക്ഷെ എങ്കിലും കർത്താവേ സത്യത്തിന് സാക്ഷി നിൽക്കാൻ വേണ്ടിയാണല്ലോ. അപ്പൊ ശരിയാണ്, ആ ബേസിക് ആയിട്ടുള്ള ആ ഒരു സത്യം ഉണ്ട്. എന്നാൽ അതിലുപരിയായിട്ട് ആത്മീയമായിട്ടുള്ള സത്യം, യഥാർത്ഥത്തിലുള്ള ഒരു യാഥാർത്ഥ്യം ഒരു നമ്മളുടെ ഉള്ളത്തിലുള്ളതുപോലെ തന്നെ പുറമേ ഉള്ളതുപോലെ തന്നെ ഉള്ളത്തിലും നമ്മൾ എന്ത് വചനമാണോ നമ്മൾ പ്രസംഗിക്കുന്നത് ആ വചനം തന്നെ ഹൃദയംഗമായിട്ട് അനുസരിക്കുവാനായിട്ട് നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ അനുസരണത്തിൽ നിന്ന് നമ്മൾ ആ യാഥാർത്ഥ്യത്തോടെയുള്ള വചനം നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സത്യം, അങ്ങനെ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ആണ് കർത്താവ് അതാ പറയുന്നത്, ഐ എം എ കിങ് ഫോർ ദിസ് ഐ ഹാവ് ബീൻ ബോൺ. ഇതിനു വേണ്ടി ഞാൻ ജനിച്ചത്. ഫോർ ദിസ് ഐ ഹാവ് കം ഇൻ ടു ദ വേൾഡ്. ഞാൻ ഇതിനു വേണ്ടിയാ ലോകത്തിന്, എന്തിനു വേണ്ടിയാ? ടു ടെസ്റ്റിഫൈ ടു ദ ട്രൂത്ത്. സത്യത്തിന് സാക്ഷി നിൽക്കുവാൻ വേണ്ടി. ഇന്ന് കോടതിയിൽ വരെ കള്ളസാക്ഷ്യം പറയുന്ന ആൾക്കാരുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പല പല കള്ളത്തരങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു കാശിന് വേണ്ടി പല കള്ളത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇന്ന് ഐ കെയിം ടു ടെസ്റ്റിഫൈ ടു ദ ട്രൂത്ത്. ഞാൻ തന്നെ സത്യവുമാണെന്ന് പറഞ്ഞ അതേ കർത്താവ് തന്നെ ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിനായിട്ടാണ് വന്നതെന്ന് അവിടെ പറയുന്നത്. ഇപ്പൊ ആ ഒരു നമ്മുടെ ജീവിതത്തില് സത്യത്തിന് സാക്ഷി നിൽക്കുവാൻ വേണ്ടി കർത്താവ് ആ ഒരു യാഥാർത്ഥ്യത്തോടെ ഉള്ളവരായിട്ട്, ഇത് സാക്ഷാൽ യഹൂദിയൻ, ഇത് സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ യാതൊരു കാപട്യവും ഇല്ലെന്ന് നഥാനിയലിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ അവസാനം 47-48 വാക്യങ്ങളിലൊക്കെ നഥാനിയലിനെ കുറിച്ച് പറയുന്ന ഒരു സാക്ഷിയൊക്കെ നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ കുറിച്ച് അവിടത്തേക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് തരാൻ നോക്കുമോ? ഇതിനൊരു കാപട്യമില്ല എന്ന് പറയത്തക്കവണ്ണം ഒരു ആത്മീയമായിട്ടുള്ള ഒരു അഭിനയം ഇല്ലാതെ മറിച്ച് ഉള്ളതുപോലെ തന്നെ ആ ഒരു ലാളിത്യത്തോടെ ആ ഒരു കാപട്യവും അഭിനയവും ഇല്ലാതെ ആ ഒരു സത്യം യാഥാർത്ഥ്യബോധം ഉള്ളവരായിട്ട് ആ സത്യത്തിലും ആത്മാവിലും കർത്താവിനെ ആരാധിക്കുന്ന സത്യ നമസ്കാരികളെയാണ് കർത്താവ് സത്യ ആരാധകരെ പിതാവ് അന്വേഷിക്കുന്നതെന്നൊക്കെ ഇതേ യോഹന്നാൻ 4-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യത്തിലൊക്കെ കർത്താവ് പറയുന്നുണ്ട്. ആ ഒരു യാഥാർത്ഥ്യത്തോടെ ദൈവത്തെ ആരാധിക്കുന്നവര്, അല്ലാതെ പുറമേ നമ്മള് യേശുവിൻ നാമം മധുരമനാമവും നമ്മൾ പാടും, അല്ലെങ്കിൽ എന്ത് ദിശയമേ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ പാടും എന്ന നമ്മള് വേറെ എന്തെങ്കിലുമൊക്കെ നമ്മളൊരു ലാഘവത്തിലാണ് അറിയാവുന്ന ഒരു പാട്ടെന്നുള്ള നിലയിൽ പാടുമല്ല, മറിച്ച് ആ കർത്താവിന്റെ യാഥാർത്ഥ്യത്തോടെ കർത്താവ് അവിടുത്തെ നാമം ഏറ്റവും ശ്രേഷ്ഠനാമം എന്ന് ഉള്ള ആ ഒരു വലിയൊരു ഭയഭക്തിയോടെ നമ്മൾ പുറമേ പറയുന്നതും ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അകമേ നിന്ന് നമ്മള് അന്തരംഗത്തില് ആ സത്യം ഇച്ഛിക്കുന്ന ഒരു കർത്താവ്, അന്തരംഗത്തിൽ സത്യമല്ലയോ നീ ഇച്ഛിക്കുന്നതെന്ന് 50-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു 51-ാം സങ്കീർത്തനം, ശരി, 51-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്ന പോലെ യു ഡിസൈർ ട്രൂത്ത് ഇൻ ഇന്നമോസ്റ്റ് ബീയിങ്. നീ അന്തരംഗത്തിൽ സത്യം ഇച്ഛിക്കുന്നു എന്ന് മാത്രമേ ദാവീദിനെ പറയാൻ സാധിച്ചുള്ളൂ പഴയ നിയമത്തിൽ. എന്ന പുതിയ നിയമത്തിൽ, പുതിയ ഉടമ്പടിയിൽ ആ അന്തരംഗത്തിൽ സത്യമുള്ളവരായിട്ട് യേശു അന്തരംഗത്തിൽ ഏറ്റവും സത്യമുള്ളവനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചു. നമ്മളും ആ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യതൽപരരായവർ എല്ലാവരും എന്റെ വാക്ക് കേൾക്കുന്നു. സത്യതൽപരരായവര്, എവരിവൺ ഹു ഈസ് ഓഫ് ദ ട്രൂത്ത്, ഹു ഈസ് ഓഫ് ദ ട്രൂത്ത്, ആ ഒരു ഏക് എന്നുള്ള ഒരു ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് സത്യത്തിൽ നിന്നുള്ളവര് എല്ലാം, ഔട്ട് ഓഫ് എന്നുള്ളൊരു വാക്ക്. സത്യതൽപരായവർ, അതെ, സത്യത്തിൽ നിന്നുള്ളവർ പറഞ്ഞാൽ സത്യത്തെ സ്നേഹിക്കുന്നവര്, സത്യത്തിന് താല്പര്യമുള്ളവർ. ഇന്ന് അനേകര് ഈ സുവിശേഷം കേട്ടിട്ടും അവർക്ക് യേശുവിനെ കേൾക്കാൻ പറ്റുന്നില്ല. ഇന്ന് അനേകർക്ക് എന്തുകൊണ്ടാണ്? ഇന്ന് ദൈവം എല്ലാവരോടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്.
ഇന്ന് ലോകത്തിലെ കോടിക്കണക്കിന് ജനങ്ങളോട് ദൈവം സംസാരിക്കുക, എന്റെ മകനെ, എന്റെ മകളെ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്നാൽ അനേകര് ഒത്തിരി വിഗ്രഹാരാധനയുടെ പിന്നിലും ഒത്തിരി മന്ത്രവാദം അല്ലെങ്കിൽ പലതരത്തിലുള്ള ജ്യോത്സ്യം നോക്കാൻ പോകുന്നു. അവര് പലവിധ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അതിന്റെയൊക്കെ കെട്ടുകളിൽ അവർക്ക് യേശുവിന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ സത്യത്തെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. സത്യത്തിൽ നിന്നുള്ളവര്, സത്യത്തെ സ്നേഹിക്കുന്നവര്, അവർക്കെല്ലാം കർത്താവിന്റെ ശബ്ദം കേൾക്കാനും, കർത്താവ് അങ്ങനെ ആ സത്യത്തെ, കൊർന്നേലിയോസ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. അവന് സത്യം അറിയത്തില്ലായിരുന്നു. എന്നാൽ അവന് ദൈവമുണ്ട്, ദൈവത്തിന് വേണ്ടി അവന് പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവന്റെ പ്രാർത്ഥന യേശുവിനെ അവൻ അറിയുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ അടുക്കിലേക്ക് എത്തി എന്നുള്ള ഒരു കാര്യമാണ് നമ്മളവിടെ യോഹന്നാൻ 10-ാം അധ്യായത്തിൽ, അപ്പോസ്തലപ്രവൃത്തികൾ 10-ാം അധ്യായത്തില് ആദ്യമായിട്ട് സുവിശേഷം എത്തുന്ന ഒരു ജാതീയനായ മനുഷ്യൻ, യഹൂദിയന്മാർക്ക് സുവിശേഷം എത്തുന്നത് നമ്മൾ 2-ാം അധ്യായത്തില്, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. പിന്നെ ഹാഫ് ജ്യൂസ് ആയിരുന്ന സമരിയക്കാർക്ക് സത്യം എത്തുന്നു. എന്നാൽ ജാതീയനായ ഒരു മനുഷ്യന് ആദ്യമായിട്ട് സത്യം എത്തുന്നത് അപ്പോസ്തലപ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ അവിടെ അവന്റെ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ ആ 4-ാമത്തെ വാക്യത്തില്, 10-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ, അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്ത് അത് ഒരു ദർശനത്തിൽ, അതുപോലെ ഒരു ദൈവത്തോട് ഹി പ്രേയ്ഡ് ടു ഗോഡ് കണ്ടിന്യൂലി എന്നാ അവിടെ എപ്പോഴും. 2-ാമത്തെ വാക്യം ഞാൻ വായിക്കും, എന്റെ 1-ാമത്തെ വാക്യം അല്ലെങ്കിൽ വായിക്കാം. കൈസരിയയിൽ ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ കൊർന്നേലിയോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവർ പട്ടാളക്കാരനായിരുന്നു, മിലിറ്ററി ഓഫീസർ, ഇറ്റാലിയൻ കോഹോട്ട്. അത് ഇത്താലിക്ക എന്ന് പറയുമ്പോൾ ഇറ്റാലിയൻ കോഹോട്ട് എന്ന്, ഇത്താലിക്ക എന്നൊക്കെ പറയുമ്പോൾ എന്താന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. മാനറ്റ് സിസീറ, അതായത് കൈസീരിയ, നെയിം കൊർന്നേലിയോസ്, എ സെഞ്ചൂറിയൻ, അതായത് 100 ആൾക്കാരുടെ 100 പട്ടാളക്കാരുടെ മേലെ ഉള്ള ഒരാള് സെഞ്ചൂറിയൻ, ശതാധിപൻ ഓഫ് വാട്ട് വാസ് കോൾഡ് ദ ഇറ്റാലിയൻ കോഹോട്ട്, ഇറ്റാലിയൻ സൈന്യത്തിന്റെ ഒരു പട്ടാളക്കാരൻ. അവൻ ഭക്തനായിരുന്നു തന്റെ സകല ഗൃഹത്തോടും. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ഭക്തനാണെങ്കിൽ അവന്റെ കുടുംബക്കാരും ആ ഭക്തിയില് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഞാൻ മാത്രം ഭക്തി, ബാക്കി എല്ലാവരും ഒക്കെ അതുപോലെ എന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. എന്നാൽ അവന് തന്റെ സകല ഗൃഹത്തോടും കൂടി ദൈവത്തെ ഭയപ്പെടുന്നവനുമായി അവൻ അത് തന്നെ തന്റെ ഭാര്യയോടും മക്കളോടും എല്ലാം പറഞ്ഞ ആ ദൈവഭയം വേണം, ദൈവത്തെ ഭയഭക്തി ബഹുമാനത്തോടെ. അവന് യഥാർത്ഥ സത്യദൈവത്തെ അതുവരെ അറിയത്തില്ല. എന്നാൽ അവൻ സത്യതൽപരനായതുകൊണ്ട് യേശുവിന്റെ ശബ്ദം കേൾക്കാനായിട്ട് സ്വന്തം പ്രിയ ശിഷ്യനായ പത്രോസിനെ ദർശനം 3 തവണ കൊടുത്ത്, എങ്ങനെയെങ്കിലും പത്രോസിനെ ഒന്ന് തള്ളിവിട്ട് 3 തവണ പിന്നെയും ദർശനം കൊടുത്ത്, ഇപ്പൊ 3-ാമത്തെ തവണ പത്രോസിന് ബോധ്യം, അല്ലെങ്കിൽ 4, 5, 10 തവണ വേണമെങ്കിൽ ദൈവം ദർശനം കൊടുത്തതിന്. അതുപോലെ ഈ കൊർന്നേലിയോസിലേക്ക് സത്യം എത്തണം എന്ന് വെച്ചാൽ അതുപോലെ അവൻ സത്യത്തെ സ്നേഹിക്കുന്നവന്, അപ്പം ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു. ഒത്തിരി ഗേവ് ആംസ് ടു ദ ജൂയിഷ് പീപ്പിൾ. ജനത്തിന് പറയുമ്പോൾ യഹൂദ ജനത്തിന് തന്നെ നമ്മൾ അവിടുന്ന് മനസ്സിലാക്കുന്നത്. അപ്പം ദൈവത്തിന്റെ ജനം എന്നുള്ള നിലയിൽ ആ യഹൂദ ജനത്തിന് വളരെ ധർമ്മമൊക്കെ കൊടുത്ത് ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത് എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു പോകുന്നു കണ്ടിന്യൂവലായിട്ട്. ഒരു പട്ടാളക്കാരൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു പോകുന്നെന്ന് പറയുമ്പോൾ എന്തുമായിരിക്കും അല്ലെ? അദ്ദേഹം അതുപോലെ ഒരു ഭക്തനായ ഒരു മനുഷ്യൻ. അവൻ ഏകദേശം 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നേലിയോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. അവനെ ഉറ്റുനോക്കി ഭയപരവശനായി. ആ ഒരു ദൂതന്മാരെയൊക്കെ കാണുന്ന എല്ലാവരും ഭയപരവശരാകുന്ന കാര്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അത്രമാത്രം ഒരു ശക്തിയേറിയ, വളരെ ഭയപരവശമാകുന്ന ഒരു ദർശനമൊക്കെയാ. എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചതിന് വാട്ട് ഈസ് ഇറ്റ് ലോർഡ്, യജമാനെ എന്താകുന്നു എന്ന് ചോദിച്ചതിന് ദൂതൻ അവനോട് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന് മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശീമോനെ വരുത്തുക. അവൻ തോൽ കൊല്ലനായ ടാനറായിട്ടുള്ള ശീമോൻ എന്നൊരുവനോട് കൂടെ പാർക്കുന്നു. അവന്റെ വീട് കടൽപ്പുറത്താകുന്നു എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ച് ദൂതൻ പോയ ശേഷം അവൻ തന്റെ വേലക്കാരിൽ 2 പേരെയും തന്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായ ഒരു പടയാളിയെയും വിളിച്ചു. അപ്പൊ ആ പടയാളികളുടെ ഇടയിലൊക്കെ ആരാണ് ദൈവഭക്തൻ, ആരാണ് അല്ലാതെ ഉള്ളത് എന്നുള്ള കാര്യമൊക്കെ അറിയാം. ഡിവോട്ട്സ് ദൈവഭക്തനായ പടയാളിയെയും വിളിച്ച് സകലവും വിവരിച്ച് പറഞ്ഞ് യോപ്പയിലേക്ക് അയച്ചു. ആളയച്ച കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നീട് പത്രോസിന്റെ കാര്യമൊക്കെ നമ്മൾ താഴോട്ട് വായിക്കുന്നുണ്ട്. അപ്പൊ അവന് യേശുവിനെ അറിയത്തില്ലായിരുന്നു. എന്നാൽ അവന്
ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ച യഥാർത്ഥത്തിൽ ഒരു സത്യദൈവം ഉണ്ടെങ്കിൽ, എല്ലാതെയും സൃഷ്ടിച്ചവനായ ഒരു സർവശക്തനായ ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് വെളിപ്പെടുത്തണം, എനിക്ക് ആ ദൈവത്തെ അറിയണം. ആ ആ ആ ദൈവത്തോടുള്ള ഒരു ആ ദൈവത്തെ അറിയാനുള്ള ഒരു ആഗ്രഹം ദൈവം അവന്റെ ഹൃദയത്തിൽ നൽകി. അവന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആ പ്രാർത്ഥന അവങ്ങ് സ്വർഗത്തിലെത്തി എന്നുള്ള കാര്യമാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അതാ ദൈവത്തിന് മുമ്പിൽ എത്തിയിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന മാത്രമല്ല, നിന്ന് ധർമ്മവും. അപ്പം അത് എന്താ നമ്മള് തിയോളജിക്കലായിട്ട് ദൈവശാസ്ത്രപരമായിട്ട് പറയുവാണെങ്കിൽ, ഇവന് യേശുവിനെ അറിയുന്നതിന് മുമ്പുള്ള ഇവന്റെ ധർമ്മമൊക്കെ എന്താ കറപുരണ്ട തുണിയല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. എന്നാൽ അവനത് അവൻ ഏറ്റവും ആത്മാർത്ഥതയോടെ അവന് കിട്ടിയ വെളിച്ചത്തിൽ ചെയ്ത ആ ഒരു ഇതിൽ അവൻ ചെയ്ത ആ ധർമ്മവും പ്രാർത്ഥനയൊക്കെ ദൈവത്തിന് മുമ്പിൽ എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എത്ര വലിയ അതിശയകരമായിട്ടുള്ള കാര്യം. എന്നാൽ അവനെ അവിടെ നിൽക്കാൻ ദൈവം അനുവദിച്ചില്ല. ദൈവം അവന് കൂടുതൽ വെളിപ്പാട് നൽകി. ഉള്ളവനോ കൂടുതൽ കൊടുക്കുമെന്ന് പറഞ്ഞതുപോലെ ഇല്ലാത്തവനോ ഉള്ളതും കൂടി എടുത്തോട്ട് പോകുമെന്ന് പറഞ്ഞതുപോലെ അവന് ഉള്ള ആ വെളിച്ചത്തിന് അവന് വിശ്വസ്തനായിരുന്നു. അപ്പൊ അവന് യേശുവാണ് സത്യദൈവം എന്നുള്ളൊരു വെളിപ്പാട് കൊടുക്കാനായിട്ട് തന്റെ പ്രിയ ശിഷ്യനായ പത്രോസിനെ വിളിക്കുന്നതും അത് മാത്രമല്ല, ബാക്കി ബാക്കിയുള്ളിടങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നത് എന്താ, അവർ സ്നാനപ്പെട്ടതിന് ശേഷം അന്യഭാഷ സംസാരിക്കുന്ന കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നത്. എന്നാൽ ഇവിടെ പത്രോസ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരികയും അവര് ഭാഷകളിൽ സംസാരിക്കുന്ന കാര്യമൊക്കെ നമ്മളവിടെ 44-ാമത്തെ വാക്യത്തിലൊക്കെ ഇതേ അപ്പോസ്തല 10-ാം അധ്യായത്തിന് അതുപോലുള്ള. അപ്പൊ ആ സത്യതൽപരരായവര് കർത്താവിന്റെ ശബ്ദം കേൾക്കും എന്നുള്ളൊരു കാര്യം, ആ ഒരു ലോകത്ത് അവിശ്വാസികളായിട്ടുള്ള അനേകരുണ്ട്. അതില് യഥാർത്ഥത്തിൽ സത്യത്തോടുള്ള ഒരു താല്പര്യമുള്ളവരിലേക്ക് ദൈവം അതാ നമ്മളുടെയും പ്രാർത്ഥന അങ്ങനെ വേണം. കർത്താവ് യഥാർത്ഥത്തിൽ ഒത്തിരി പേര് ലോകത്തുണ്ട്, അതിൽ സത്യം അറിയാൻ ആഗ്രഹിക്കുന്നവർ വളരെ ചുരുക്കമാണ്. നമ്മളിപ്പം എല്ലാവരോടും എന്തെങ്കിലും ഒരു മെക്കാനിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ അതൊരു വൃഥാധ്വാനം മാതിരി ഇരിക്കും. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ആൾക്കാരിലേക്ക്, ദൈവത്തെ യഥാർത്ഥത്തിൽ സത്യം ആഗ്രഹിക്കുന്നവരിലേക്ക് കർത്താവെ അവിടുത്തെ സത്യം എത്തണം. അതായത് സാക്ബേർ പറഞ്ഞ ഉദാഹരണം പറഞ്ഞ വലിയൊരു ഹെയർ സ്റ്റാക്ക്, വലിയൊരു കച്ചിത്തുറു, വലിയൊരു കച്ചിത്തുറുവിന് അത് കുറെ മുട്ടസൂചി പലയിടങ്ങളിലായിട്ട് അതങ്ങ് കളഞ്ഞുപോയി. അപ്പൊ എന്ത് ചെയ്യണം? നമ്മളിനിയിപ്പോ ഈ കച്ചി ഓരോന്ന് പിറക്കി ഓരോ മുട്ടസൂചിയായിട്ട് എടുക്കാൻ എത്ര വർഷം എടുക്കും? എന്നാൽ ഭയങ്കര ശക്തിയുള്ള ഒരു മാഗ്നറ്റ് ഉണ്ടെങ്കിൽ, വലിയൊരു കാന്തം ഉണ്ടെങ്കിൽ അതിനടുത്തുകൊണ്ട് വെച്ചാൽ ഈ മുട്ടസൂചി, ഈ ഇരുമ്പ് സൂചി എല്ലാം കൂടെ വന്ന് കാന്തത്തിൽ വന്ന് ഒട്ടിപ്പിടിക്കുന്നു പറഞ്ഞതുപോലെ ഈ ലോകത്ത് അനേക ആൾക്കാരുണ്ട്. എന്നാൽ മുട്ടസൂചി മാതിരി സത്യതൽപരനായിട്ടുള്ളവർ വളരെ ചുരുക്കമേ ഉള്ളൂ. ആരെങ്കിലും ഒക്കെ പിടിച്ച് നമ്മള് സഭയിൽ കുറെ നാൾ വന്ന് പോഷിപ്പിച്ചിട്ട് അവരെല്ലാം പിന്നെ സഭയിൽ വിട്ടുപോയിട്ട് എന്താ കാര്യം? മറിച്ച് യഥാർത്ഥത്തില് കർത്താവെ, യഥാർത്ഥത്തില് അങ്ങ് സഭയോട് ചേർക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, യഥാർത്ഥത്തില് അങ്ങേ അന്വേഷിക്കുന്നവര്, അങ്ങേക്കായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവര്, യഥാർത്ഥത്തിൽ അവരെ ശിഷ്യത്വത്തിന്റെ ജീവിതം, ദൈവത്തിന്റെ വചനം അനുസരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ളവര് കർത്താവെ, അങ്ങനെയുള്ളവരെ അവിടുന്ന് കൊണ്ടുവരണം. അവിടുന്ന് എവിടാണോ അങ്ങനെയുള്ളവരെ വെച്ചിരിക്കുന്നത് അതിനായിട്ട് നമ്മള് ദൈവത്തിന്റെ ജീവനാകുന്ന വലിയ കാന്തശക്തിയോടെ നമ്മളായിരിക്കുമ്പോൾ ദൈവം അങ്ങനെയുള്ളവരെ കൊണ്ടുവരും. ദൈവത്തിന്റെ സമയത്ത് ദൈവം അത് ചേർത്തോളും. ദൈവം നമുക്ക് തരുന്ന ഓപ്പർച്യൂണിറ്റീസ് ശരിയാണ്. ദൈവം നമുക്ക് തരുന്ന സ്വാതന്ത്ര്യത്തോടെ നമ്മളെ സുവിശേഷം മറ്റുള്ളവരിലേക്കെല്ലാം, നമുക്ക് ആരാ ഈ മുട്ടസൂചി, ആരാ കച്ചി എന്നുള്ള നമുക്ക് അറിയത്തില്ല, നമുക്കത് വിവേചിക്കാനുള്ള കഴിവൊന്നുമില്ല. എന്നാൽ ദൈവം നമുക്ക് തരുന്ന ഓപ്പർച്യൂണിറ്റി അനുസരിച്ച് നമ്മൾ നന്മ ചെയ്യുന്നു, നമ്മള് സുവിശേഷം പറ്റുന്നിടത്തൊക്കെ നമ്മൾ വിതറുന്നു, നമ്മൾ കൊടുക്കുന്നു. എന്നാൽ ദൈവം സത്യതൽപരരായവരൊക്കെ കർത്താവിന്റെ ശബ്ദം കേൾക്കും. അപ്പം വിശ്വാസത്തിലേക്ക് വരുന്ന ഒരു കാര്യത്തിലും ഈ സത്യത്തിനോടുള്ള താല്പര്യം, ആ സത്യത്തിൻ്റെതായിട്ടുള്ളവർക്ക്, സത്യത്തിനോടൊരു ആഭിമുഖ്യം ഉള്ളവർക്കേ കർത്താവിലേക്ക് വരുവാനായിട്ട് ഒക്കുള്ളൂ. അവർക്ക് ഉള്ള വെളിച്ചത്തോടെ അവർ വിശ്വസ്തരാകുന്നവർക്ക് കർത്താവിന്റെ വെളിപ്പാട് അവർക്ക് കർത്താവിന് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അത് മാത്രമല്ല, വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷവും അത് സത്യവും, വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷവും ആ ഒരു കർത്താവിന്റെ യഥാർത്ഥത്തിലുള്ള ആ ഒരു ശബ്ദം കേൾക്കാനും, ഇത് കർത്താവിന്റെ ശബ്ദമാണോ, അത് മനുഷ്യ ശബ്ദമാണോ, ഇത് പാസ്റ്റർമാരെന്ന് പറയുന്ന, അപ്പോസ്തലന്മാരെന്ന് പറയുന്ന സ്വയം പ്രഖ്യാപിത അപ്പോസ്തലന്മാരുടെ, സ്വയം കള്ള അപ്പോസ്തലന്മാരുടെ, കള്ളപ്രവാചകരുടെ ശബ്ദമാണോ, ഇത് യഥാർത്ഥത്തിൽ ദൈവമനുഷ്യന്റെ ശബ്ദമാണോ, ഇത് യേശുവിന്റെ ശബ്ദമാണോ, അതോ ഈ ആൾക്കാർ പറയുന്ന തരത്തിലുള്ള ആൾക്കാരുടെ ആ ഒരു മാനുഷികമായിട്ടുള്ള ചില കാര്യങ്ങളാണോ? അങ്ങനെയൊക്കെയുള്ള പല ഒത്തിരി പ്രസംഗപാഠമുള്ളവരും, ഒത്തിരി വലിയ 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 ഓഡിയൻസും കാര്യങ്ങളും ഒക്കെ ഉള്ള വലിയ വലിയ മിനിസ്ട്രി എന്നുള്ള പേരിലുള്ള പല ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ കർത്താവിന്റെ ശബ്ദമാണോ അവിടെ കേൾക്കുന്ന, യേശുവിന്റെ ശബ്ദമാണോ, അതോ മനുഷ്യനായിട്ട് സ്വന്തം പേരുണ്ടാക്കാനോ, സ്വന്തം ഒരു ബിസിനസ് മാതിരി സ്വന്തം കാശിന് വേണ്ടി, പണത്തിന് വേണ്ടി കർത്താവിന്റെ വേല എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആൾക്കാരാണോ എന്ന് എങ്ങനെ അറിയുന്നതെന്ന് വെച്ചാൽ
നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കണ്ടതുപോലെ യോഹന്നാൻ 7-ാം അധ്യായത്തിന്റെ 17 നമ്മൾ എന്താ കണ്ടേ? എന്റെ ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ, ഇച്ഛിക്കുന്നവനല്ല അറിയും ഇത് എന്റെ വാക്കാണോ അതോ ഇത് അതാ നമ്മുടെ യോഹന്നാൻ 7-ാം അധ്യായത്തിന്റെ 17 അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായിട്ട് പ്രസ്താവിക്കുന്നതാണോ? യേശു സ്വന്തമായിട്ട് പറയുന്ന എന്തെങ്കിലും കാര്യമാണോ അതോ ദൈവത്തിൽ നിന്നുള്ളതാണോ പറയുന്ന ആർക്കാ മനസ്സിലാവുന്നേ? അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ, അവന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് those who wills to do his will, those who wills to do his will, or those who are willing to do his will, തങ്ങളുടെ ഹിതത്തെ ദൈവത്തിന്റെ ഹിതം ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തവർക്കാണ് യഥാർത്ഥത്തിൽ ആ ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാനായിട്ട്, കർത്താവേ അവിടുത്തെ ഇഷ്ടം ചെയ്യുവാനായിട്ട് ഞാൻ തന്നെ തരുന്നു എന്ന് പറയുന്നവർക്ക് ഇത് കർത്താവ് പറയുന്ന കാര്യങ്ങൾ അത് ദൈവത്തിൻ്റെതാണോ അതോ സ്വയമായിട്ട് എന്തെങ്കിലും താൻ പ്രസ്താവിക്കുന്നതാണോ എന്ന് മനസ്സിലാവും. സ്വയമായി പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു. 18-ാമത്തെ വാക്യം, തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാകുന്നു, നീതികേട് അവനിലില്ല. അവന് നീതികേടൊന്നുമില്ല, അവൻ സത്യവാനാണ്. ദൈവത്തിന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ അവനാണ് സത്യവാൻ. സത്യ തൽപരരായവര് എല്ലാം കർത്താവിന്റെ ശബ്ദം കേൾക്കും. പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിലെ വാക്യം സിസ്റ്റർ എടുത്തായിരുന്നു. ആ സത്യത്തെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് ദൈവത്തിന് ജനങ്ങളുടെ മേലും പോഷകത്തിന് ആത്മാവിനെ അയക്കുന്നു എന്നുള്ള കാര്യം സാഗ്ബർ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന കാര്യമാണ്. നമ്മളത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടായിരുന്നു. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം മുതൽ അവിടെ അധർമ്മമൂർത്തിയുടെ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നത്. ഞാനത് വീണ്ടും നമുക്ക് അറിയാവുന്ന പോർഷനാണ്. നമ്മുടെ ഓർമ്മയിൽ ഈ ഒരു സത്യതൽപരരായവ കർത്താവിന്റെ ശബ്ദത്തെ കേൾക്കും എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ സത്യം എന്നുള്ളത് 3 ആംഗിളിൽ നമുക്ക് ചിന്തിക്കാം. എന്താ? യേശു തന്നെയാണ് സത്യം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് യേശു പറയുന്നു, യോഹന്നാൻ 14-6. പിന്നെ കർത്താവിന്റെ വചനം തന്നെ സത്യമാണെന്ന് നമ്മൾ യോഹന്നാൻ 17-ൽ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ജീവിതത്തെ കുറിച്ച് ഉള്ള സത്യമാകുന്ന യേശു, വചനമാകുന്ന സത്യത്തിലൂടെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നമ്മൾ സംസാരിച്ചത് അതൊരു കോപിച്ച് ആയിപ്പോയി, അതൊരാകുല ചിന്തയാണ്, അതല്ലെങ്കിൽ പരദൂഷണമാണ്, അതൊരു അസ്വസ്ഥതാണ്, അവിടെ നിനക്കൊരു കയ്പുണ്ട്, അല്ലെങ്കിൽ ഇന്ന ആളോട് നീ ക്ഷമിച്ചിട്ടില്ല എന്നിട്ടുള്ള ചില കാര്യങ്ങൾ ദൈവം ചില സാഹചര്യങ്ങളിലൂടെ നമ്മുടെ മനസ്സാക്ഷിയിൽ ഉണർത്തിക്കുമ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ, ഞാൻ എന്താ യേശുവാണോ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ എന്ന് പറഞ്ഞ് നമ്മളവിടെ സത്യത്തെ സ്നേഹിക്കാതിരിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വഞ്ചിക്കപ്പെടും. കുറച്ച് കഴിയുമ്പോൾ അതും ശരിയാ, ഈ TV-യിൽ ആ പ്രീച്ചർ പറയുന്നതും അതും വചനമാ, ഇതും വചനമാ, അതും വചനമാ, അതിനെല്ലാം ഒന്ന് തന്നെ ആകും. എല്ലാവരും ബൈബിൾ തന്നെയല്ലേ പറയുന്നത്. അപ്പൊ അത് തന്നെ ഞാൻ അവിടെ ബൈബിള് പറയുന്ന ഒരു സഭയിൽ തന്നെ ഞാനും പോകുന്നത്. വേറെ ഖുർആൻ പറയുന്നത്, ഭഗവത്ഗീത പറയുന്ന സഭയിലല്ലേ പോകുന്നത്, ബൈബിള് പറയുന്ന സഭയിലാ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുപോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ, എന്തോ ആടിന്റെ കൂടെ ഇല്ലെന്ന് പറയുന്ന കണക്ക് ഏതാണ്ട് പറയുന്നത് പോലെ അതുപോലെയുള്ള എന്താ കൂടെ പോലും ഇല്ല. അതെ, അതുപോലെയുള്ള പിന്നെ അതുപോലെ അങ്ങനെ ഇങ്ങനെ വഞ്ചിക്കപ്പെട്ട്, സത്യത്തെ സ്നേഹിക്കാത്തവര് അങ്ങനെ വഞ്ചിക്കപ്പെട്ട് അങ്ങനെ അങ്ങ് പോകും. അവര് രക്ഷിക്കപ്പെടുവാൻ തക്കവേണം. എന്തിൽ നിന്ന് രക്ഷിക്കപ്പെടാനാ? പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടാൻ തക്കവേണം. അതാ നമ്മള് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച്, രക്ഷിക്കപ്പെടണമെങ്കിൽ പാപത്തിൽ നിന്നിന്റെ ശക്തിയിൽ നിന്ന് നമ്മൾ രക്ഷിക്കപ്പെടണമെങ്കിൽ നമ്മൾ സത്യത്തെ സ്നേഹിക്കണം. എന്നാൽ രക്ഷിക്കപ്പെടാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാതിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക്, 12-ാമത്തെ വാക്യം 2 തെസ്സലോനിക്കർ 2:12, ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ്. അതായത് തെറ്റായിട്ടുള്ള കാര്യം, അത് ശരിയാണ്, അദ്ദേഹം വലിയ ദൈവത്തിന്റെ വലിയ വിലയേറിയ ദാസന എന്ന് വിശ്വസിക്കുമാറ്, അത് വലിയ ദൈവദാസനാന്ന് വിശ്വസിക്കുമാറ്. എന്താ, ലക്ഷങ്ങൾ കടം വാങ്ങിച്ചുകൊണ്ട് പോയ ആളായിരിക്കും, പക്ഷെ അത് വലിയ ദൈവദാസനാന്ന് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്ന കാര്യമൊക്കെ നമ്മളിവിടെ വായിക്കുന്നത്. സോ അപ്പൊ അങ്ങനെയൊക്കെയുള്ള സത്യതൽപരരായവരൊക്കെ എന്നാ കർത്താവിന്റെ ശബ്ദത്തെ കേൾക്കുന്ന കാര്യമൊക്കെ നമ്മളിവിടെ തിരിച്ച് യോഹന്നാൻ 18-ന്റെ 37-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 38-ാമത്തെ വാക്യത്തിൽ തിരിച്ച് നമ്മൾ യോഹന്നാൻ 18-ലേക്ക് വരിക. യോഹന്നാൻ 18-ന്റെ 38-ാമത്തെ വാക്യത്തില് പിലാത്തോസ് അവനോട് സത്യം എന്നാൽ എന്ത് എന്ന് പറഞ്ഞ് പിന്നെ യഹൂദന്മാരുടെ അടുക്കൽ പുറത്ത് ചെന്ന് അവരോട്, ഞാൻ അവരിൽ ഒരു കുറ്റവും കാണുന്നില്ല. സത്യം എന്നാൽ എന്ത് എന്ന് കർത്താവിനോട് ചോദിക്കുന്നു, പക്ഷെ കർത്താവിന്റെ ഒരു ഉത്തരം അവൻ കാത്തിരിക്കുന്നതായിട്ട് കാണുന്നില്ല. Pilate said to him, what is truth? And when he had said this, ഇത് പറഞ്ഞപ്പോഴത്തേക്ക് he went out again. പിലാത്തോസിന് വെപ്രാളമായി. He went out again to the Jews. പിന്നെ യഹൂദന്മാരോട് എന്ന് പറയുക. യഹൂദന്മാരോട് പറയുന്നത് നല്ല കാര്യം, ഐ ഫൈൻഡ് നോ ഗിൽറ്റ് ഇൻ ഹിം. പക്ഷെ ഈ സത്യം എന്നാൽ എന്തെന്ന്
സത്യമായിട്ട് വന്നിരിക്കുന്ന കർത്താവിനോട് ചോദിച്ചിട്ട് കർത്താവിന്റെ ഒരു ഉത്തരം ഒന്ന് കേൾക്കാൻ, അല്ലെങ്കിൽ കർത്താവിന്റെ ആ മുഖഭാവത്തെ എന്താ കർത്താവ് പറയുന്നതെന്ന് ഒന്ന് വെയിറ്റ് ചെയ്യാതെ പിന്നെ അവനിങ്ങനെ ഈ എന്താ ഇത് ആണിമേ നിൽക്കുന്നെന്ന് പറഞ്ഞ എന്താ ചിലര് കല്യാണം വിളിക്കാൻ വന്ന മുള്ളിമേ നിന്നുകൊണ്ട് പോയെന്ന് പറഞ്ഞിട്ട് പറയുമല്ലോ. ഒരു കല്യാണം വിളിക്കാൻ വന്നതാണ് എന്ത് മുള്ളിമേ നിന്നോണ്ട് അങ്ങ് ഓടിപ്പോയി, ഒന്ന് ഇരിക്കുന്നിട്ട് പോലും ഇല്ലെന്ന് പറയുന്നതാണ്. സത്യം എന്നാൽ എന്തെന്ന് പറഞ്ഞ് കർത്താവിനോട് ചോദിച്ചുകൊണ്ട് അവന് പെട്ടെന്ന് ഓടിപ്പോയി എന്താ യഹൂദന്മാരുടെ അടുക്കൽ ഇന്ന് പിന്നെ അവരോട് ഇന്ന് പറയുക. അവരോട് ഇന്ന് പറയുന്ന നല്ല കാര്യം, പക്ഷെ കർത്താവിനോട് ഒന്നുകൂടെ ഒന്ന് ചോദിച്ചായിരുന്നെങ്കിൽ, അവന്റെ ഹൃദയത്തിൽ അതുപോലെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ. പിന്നെ പിലാത്തോസിനെ കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് വചനത്തിലൊന്നും വായിക്കുന്നില്ല, പക്ഷെ ചരിത്രകാരന്മാർ പല രീതിയിൽ പറയുന്നുണ്ട്. പിലാത്തോസിന്റെ വൈഫ് വിശ്വാസത്തിലേക്ക് വന്നതായിട്ട്, രക്തസാക്ഷിയാക്കപ്പെട്ടതായിട്ടൊക്കെ ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. പിലാത്തോസിന്റെ വൈഫിനെ കുറിച്ച്, പിലാത്തോസിന്റെ ഭാര്യ, അവള് ഒരു അവളുടെ ആ ഒരു സ്വപ്നത്തില് ഇത് നീതിമാനാണെന്നുള്ളൊരു കാര്യമൊക്കെ കുറിച്ചുള്ള ഒരു ബോധ്യത്തെ കുറിച്ചൊക്കെ അത് നമ്മുടെ സുവിശേഷങ്ങളിൽ നമുക്ക് ആ പോർഷനിലോട്ടൊക്കെ പോകാം, പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ പിലാത്തോസ് പിന്നെ സത്യത്തിലേക്ക് വന്നതായിട്ടൊന്നും അങ്ങനെ ഒരു ചരിത്ര രേഖകളൊന്നും ഇല്ലാത്തതായിട്ടാണ് ഞാൻ ഗൂഗിളിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയപ്പം മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് യഥാർത്ഥത്തിലുള്ള ഫുൾ ചരിത്രമൊക്കെ പല ചരിത്രകാരന്മാർ പല രീതിയിൽ പറയുന്നത്, ബൈബിളിൽ അത് വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ അവന് ആ സത്യം അറിയാതെ, അവന് നല്ല ചോദ്യം ചോദിച്ചു, വാട്ട് ഈസ് ട്രൂത്ത്, എന്താണ് സത്യം എന്ന് അവൻ ചോദിച്ചു. ഈവൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ ബിഹോൾഡ് ദ മാൻ, ഈ 19-ാം അധ്യായത്തിന് അടുത്ത അധ്യായം യോഹന്നാൻ 19 5-ാമത്തെ വാക്യത്തില് ആ മനുഷ്യൻ ഇതാ, ബിഹോൾഡ് ദ മാൻ, ഇതാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പിലാത്തോസിന്റെ ആ ഒരു വാക്കുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ എങ്കിലും അവനത് വീണ്ടും മനുഷ്യരുടെ ആ ഒരു അവരുടെ ആ പ്രഷറിന്, അവരുടെ സമ്മർദ്ദത്തിന് അങ്ങ് വഴങ്ങി പോകുന്ന അവനൊരു അവന്റെ ഒരു മനസാക്ഷിക്കൊത്തവണ്ണം അവന് നിൽക്കാൻ സാധിക്കാതെ അവന് മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നതിനായിട്ട് അധപ്പതിച്ചു പോയി. എന്നാൽ ദൈവത്തിന്റെ എല്ലാം കൺട്രോളിലായിരുന്നു. കർത്താവ് ക്രൂശിക്കപ്പെടേണ്ടതെല്ലാം കർത്താവിന്റെ ദൈവത്തിന്റെ പ്ലാനിലുള്ള കാര്യമാണ്. പക്ഷെ എങ്കിലും പിലാത്തോസ് അതിനൊരു കരുവായിട്ട് തീരുവാൻ തക്കവണ്ണം പിലാത്തോസ് പിശാചിന്റെ കയ്യിൽ ഒരു ആയുധമായിട്ട് മാറിപ്പോയി എന്നുള്ള കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പം അവന് നല്ല ചോദ്യമൊക്കെ ചോദിച്ചു എന്ന് പിന്നെയും യഹൂദന്മാരോട് ചെന്ന് പറയുക, ഞാൻ ഇവരിൽ കുറ്റമൊന്നും കാണുന്നില്ല. 39-ാമത്തെ വാക്യത്തിൽ, എന്നാൽ പെസഹയിൽ എന്നാലും അവന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ട്, എന്നാൽ പെസഹയിൽ ഞാൻ നിങ്ങൾക്ക് ഒരുത്തനെ വിട്ടുതരിക പതിവുണ്ടല്ലോ. പെസഹയാണ് പെസഹ ദിനത്തിൽ ആ കർത്താവ് പെസഹ കുഞ്ഞാടായിട്ട് അറക്കപ്പെടുന്നത്. അപ്പോൾ ഒരുവന് വിട്ടുകൊടുക്കുക പതിവുണ്ടല്ലോ യഹൂദന്മാരുടെ രാജാവിനെ. അപ്പം യഹൂദന്മാരുടെ രാജാവിനെ ഉള്ള വാക്ക് കേൾക്കുന്നതിന് അവർക്ക് അലർജി ആയിരിക്കും. യഹൂദന്മാരുടെ രാജാവിനെ വിട്ടുതരുന്നത് സമ്മതമോ എന്ന് ചോദിച്ചാൽ അവർ പിന്നെയും ഇവനെ വേണ്ട, യഹൂദന്മാരുടെ രാജാവെന്ന് കേൾക്കുമ്പോൾ ഇവനാ രാജാവോ, ഞങ്ങളുടെ രാജാവോ, ഞങ്ങൾക്ക് കൈസറുണ്ട് രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വലിയ വായിലെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ താഴോട്ടുമൊക്കെ വായിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കൈസറിനെ മതി, ആ റോമൻ ചക്രവർത്തിയായിട്ടുള്ള കൈസറിനെ മതി, ഈ രാജാവൊന്നും അല്ല ഞങ്ങളുടെ രാജാവ് എന്ന് പറയുന്ന ആ ഒരു ജനങ്ങളുടെ ധാർഷ്ട്യം നമ്മളവിടെ കാണുന്നുണ്ട്. ഇവനെ വേണ്ട, ബറബാസിനെ മതി. ബറബാസ് വലിയൊരു കവർച്ചക്കാരനായിരുന്നു, അവനൊരു കൊലപാതകയൊക്കെ ആയിരുന്നു എന്നൊക്കെ നമ്മളത് ബാക്കി മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കത് കാണാനൊക്കും. ബറബാസിനെ മതി എന്ന് നിലവിളിച്ചു പറഞ്ഞു. ബറബാസ് കവർച്ചക്കാരനായിരുന്നു, ഹി വാസ് എ റോബർ, അവൻ കവർച്ചക്കാരനായിരുന്നു. നമ്മള് മത്തായി 27-ാം അധ്യായത്തിലേക്ക് വരുമ്പം ഇതിനു ശേഷം ഇപ്പം ഇത് യോഹന്നാന്റെ 19:1 നമ്മൾ വായിക്കുന്ന, അനന്തരം പിലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ട് അടുപ്പിച്ചു. ഇവന് കുറ്റമൊന്നും കാണുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും ആൾക്കാരുടെ ഇംഗിതത്തിന് വഴങ്ങി കർത്താവിനെ അടുപ്പിക്കാൻ തക്കവണ്ണം കർത്താവിന്റെ അടിപ്പിണരുകൾ, എനിക്ക് സൗഖ്യം തരാൻ വേണ്ടി ആ കർത്താവ് അടിപ്പിണരുകൾ ഏറ്റതെന്ന് ഇത് നമ്മള് 1 പത്രോസ് 2-ാം അധ്യായത്തിൽ അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നുവെന്ന് യെശയ്യാവ് 53 നിന്ന് കോട്ട് ചെയ്തുകൊണ്ട് പത്രോസ് അവിടെ 1 പത്രോസ് 2-ാം അധ്യായത്തിന് അവസാനം പറയുന്നത് അത് ആത്മീയമായിട്ടുള്ള സൗഖ്യത്തെ കുറിച്ച് പ്രാഥമികമായിട്ട് പറയുന്നെങ്കിൽ നമ്മളുടെ മുഴുവനായിട്ടുള്ള ഒരു സൗഖ്യത്തിനായിട്ട് കർത്താവ് അടിപ്പിണരുകൾ ഏറ്റു വാറുകൊണ്ട് അടുപ്പിച്ച കാര്യമൊക്കെ വായിക്കുന്നുണ്ട്. എന്നാൽ അതിന് തൊട്ട് മുമ്പായിട്ട് പിലാത്തോസ് യേശുവിനെ വാറുകൊണ്ട് അടുപ്പിക്കുന്നതിന് മുമ്പായിട്ട് നടന്ന ചില സംഭവങ്ങളെ കുറിച്ച് നമ്മൾ ബാക്കിയുള്ള സുവിശേഷങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് പെട്ടെന്നൊന്ന് പോയിട്ട് നമുക്ക് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ ഇതിനിടയിൽ സംഭവിച്ച ഒരു ദുർമരണത്തെ കുറിച്ച് വായിക്കുന്നുണ്ട്. എന്താ, യൂദയുടെ മരണത്തെ കുറിച്ചാണ് വായിക്കുന്നത്. ഇതിന്റെ ഇടയിൽ സംഭവിച്ച ഒരു കാര്യമായിട്ടാണ് നമ്മളവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ നമ്മളത് കാണുന്നത്. അപ്പം കർത്താവിനെ അറസ്റ്റ് ചെയ്ത ദിവസം രാത്രിയിൽ ആദ്യം ഒരു ഇൻഫോർമൽ മീറ്റിംഗ് ഇവരെല്ലാം കൂടെ സാക്ഷി ഉണ്ടാക്കാൻ വേണ്ടി
ആദ്യം അന്നാസിന്റെ അടുത്ത്, പിന്നെ കയ്യഫാവിന്റെ അടുക്കെ ഒക്കെ സാക്ഷി ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെങ്കിലും ഒന്ന് ഇവനെ റോമൻ പട്ടാളത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് എങ്ങനെങ്കിലും ക്രൂശിക്കണം. അതിനുവേണ്ടി അവന് എന്തെങ്കിലും ഒരു കൺസെൻസസ്, ഒരു ഏക സ്വരത്തോടെ സാക്ഷികളെ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയും, പിന്നെ അവസാനം യേശുവിന്റെ വാക്ക് തന്നെ പറഞ്ഞ് ഇതിൽ കൂടുതൽ എന്താ വേണ്ടെന്ന് പറഞ്ഞ് മഹാപുരോഹിതൻ ഉടുപ്പ് കീറുന്ന വലിയ നാടകീയ രംഗങ്ങളും ഒക്കെ ഭയങ്കര അഭിപ്രായങ്ങൾ കാണിക്കുന്നതൊക്കെ നമ്മൾ മത്തായി 26:65 നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ പത്രോസിന്റെ തള്ളിപ്പറയിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ആദ്യം അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ആ രാത്രിയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മത്തായി 27 ഒന്നാമത്തെ ഭാഗത്തിൽ പുലർച്ചെ വീണ്ടും ഒരു മീറ്റിംഗ് കൂടുക. പുലർച്ചെ ആയപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം ഉറങ്ങി എഴുന്നേക്കുന്നതിന് മുമ്പേ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും എല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ചു. അതാ മത്തായി 27 ഒന്നാമത്തെ വാക്യത്തിൽ. അത് കഴിഞ്ഞിട്ട് അവനെ ബന്ധിച്ചു കൊണ്ടുപോയി നാടുവാഴയെ പിലാത്തോസിനെ ഏൽപ്പിച്ച കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ പിലാത്തോസിന്റെ കാര്യം പിന്നെ നമ്മൾ 11-ാമത്തെ വാക്യത്തിലാണ് വായിക്കുന്നത്. പിന്നെ 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ അവിടെ യൂദായുടെ കാര്യമാണ് കാണുന്നത്. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട് അനുദപിച്ചു. അവൻ അനുദപിച്ചു എന്ന് പറഞ്ഞാൽ മനസാന്തരപ്പെട്ടു എന്നുള്ള വാക്കല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മെറ്റമെലമായി എന്ന് പറഞ്ഞൊരു, മെറ്റനയോ എന്നുള്ള വാക്ക് മനസാന്തരം, റിപ്പന്റ് എന്നുള്ള വാക്ക് പറയുന്നത്. മെറ്റമെലമായി എന്ന് പറഞ്ഞൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതൊരു റിമോഴ്സ്, അവനൊരു ദുഃഖം വന്നു എന്നുള്ള കാര്യം. അവനൊരു ദുഃഖം എന്ന് പറയുമ്പോൾ അതൊരു കുറ്റബോധം വന്നു. അവന് യഥാർത്ഥത്തിലുള്ള പാപബോധം വന്നില്ല. പത്രോസും അതേ രാത്രിയിലാണ് കർത്താവിനെ 3 തവണ തള്ളിപ്പറഞ്ഞേ. എന്നാൽ പത്രോസിന് എന്ത് പറ്റി? പത്രോസിന് കർത്താവിലേക്ക് നോക്കി അവന് മാനസാന്തരം ഉണ്ടായി. എന്നാൽ ഇവനൊരു ദുഃഖം ഉണ്ടായി. ഇവൻ തന്നിലേക്ക് തന്നെ നോക്കി, പിശാചിലേക്ക് നോക്കി എന്ന് പറയും. പിശാചിന്റെ ശബ്ദം കേട്ടു, ഇവന് ദുഃഖം ഉണ്ടായി. പിശാചിന് 1 വടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞതുപോലെ യേശുവിനെ ഒറ്റിക്കൊടുക്കാനും പറ്റി. ഇനിയിപ്പോ ഇവനെ ഒന്ന് വകവരുത്തുവാനും വേണം. അവന് എന്താ വലിയ ഒരു ദുഃഖം ഉണ്ടായി. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും ഇവന് ചെന്ന് യേശുവിനോട് പാപമേറ്റ് പറയാൻ നോക്കാതെ ആരോട് പാപമേറ്റ് പറയാൻ നോക്കി? മഹാപുരോഹിതന്മാരോടും മൂപ്പന്മാരോടും അടുക്ക് മടക്കി കൊണ്ടുവന്നു. ഇന്നും പുരോഹിതന്മാരുടെ അടുത്ത് പാപമേറ്റ് പറയുന്ന കുമ്പസാരം എന്ന് പറഞ്ഞ വ്യവസ്ഥയൊക്കെ നമ്മൾ സാഗ്ബന്ന് കേട്ടിട്ടുണ്ട്. ഈ ഇങ്ങനെ എന്താ കുമ്പസരിക്കാനായിട്ട് പുരോഹിതന്മാരുടെ അടുത്ത് ചെന്ന പാപങ്ങൾ ഏറ്റു പറയുന്നത് യൂദായുടെ പാതയെ പിന്തുടരുന്നത്. എന്ന് വെച്ചാൽ യൂദയാണ് പുരോഹിതന്മാരുടെ അടുത്ത് ചെന്ന പാപമേറ്റ് പറഞ്ഞത്, കർത്താവിനോട് പാപമേറ്റ് പറയാതെ. അപ്പം അങ്ങനെയൊക്കെയുള്ള തെറ്റായ വ്യവസ്ഥകളൊക്കെ ഇന്ന് ക്രിസ്തീയ എന്ന് പറയുന്ന ഓരോ സഭ എന്ന് പറയുന്ന സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ടല്ലോ. അപ്പം യൂദ യഥാർത്ഥത്തിൽ കർത്താവിനോട് നിലവിളിച്ചായിരുന്നെങ്കിൽ യൂദാക്ക് രക്ഷയുണ്ടായേനെ. എന്നാൽ അവൻ ചെന്ന് മഹാപുരോഹിതന്മാരുടെ മൂപ്പന്മാരുടെ അടുക്കൽ ചെന്ന് ഇത് മടക്കി കൊണ്ടുവന്നു. എനിക്ക് ഇനി ഈ വെള്ളിക്കാശൊന്നും വേണ്ട, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതല്ല പാപം ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് എന്ത്, നീ തന്നെ നോക്കിക്കോളൂ. അത് ഞങ്ങൾക്ക് നീ ചെയ്ത കാര്യം, ഞങ്ങൾക്കുമായിട്ട് അത് വലിയ ബന്ധമൊന്നുമില്ല, നീ തന്നെ നോക്കിക്കൊണ്ടു, നീ തന്നെ തന്നെ എന്റെ കാര്യമൊക്കെ നോക്കിയാൽ മതി. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞ് ചെന്ന് കെട്ടി ഞാന്ന് ചത്തുകളഞ്ഞു, ഹാങ് ചെയ്തു. സൂയിസൈഡൽ ഹാങ്ങിങ്ങിന്റെ കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. നമ്മളത് അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവര് ആ കാശുകൊണ്ട് ഒരു നിലം വാങ്ങിയ കാര്യമൊക്കെ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിലേക്ക് വായിക്കുമ്പോൾ നമ്മൾ മുമ്പേ എടുത്ത വാക്യത്തിന് തൊട്ട് താഴെ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തില് അവിടെ എന്താ നമ്മൾ വായിക്കുന്നേ? 1-ാം അധ്യായത്തിന്റെ 16 നമ്മൾ ആദ്യം വായിച്ചായിരുന്നു. എന്താ വഴികാട്ടിയായിട്ട് തീർന്നു, കർത്താവിനെ പിടിക്കാൻ വന്നവരുടെ വഴികാട്ടിയായി തീർന്ന യൂദ. പിന്നെ 17-ാമത്തെ വാക്യത്തിൽ അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്കു ലഭിച്ചിരുന്നുവല്ലോ. അപ്പോസ്തലപ്രവൃത്തി 1-18 അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ചു, തലകീഴായി വീണ് നടുവേ പിളർന്ന് അവന്റെ കുടലെല്ലാം തെറിച്ചുപോയി. അതുപോലെയുള്ള ഒരു വല്ലാത്തൊരു മരണമാണ് അവനുണ്ടായതെന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നത്. അത് യെരുസലേമിൽ പാർക്കുന്ന എല്ലാവർക്കും അറിഞ്ഞതാകൊണ്ട് ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലം എന്ന അർത്ഥമുള്ള അക്കൽദാമ എന്ന് പേരായി എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ യൂദാസിന് പകരമായിട്ട് ഒരു മത്യാസിനെ അവർ നറുക്കിട്ട് തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളൊക്കെയാ വായിക്കുന്ന. സങ്കീർത്തനം 69-ന്നും 109-ന്നൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് പത്രോസ് തോട്ടെന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അവിടെ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ അവന് ഈ 30 വെള്ളിക്കാശ് അവന് മന്ദിരത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു. അതുപോലെ തന്നെ അവന് അത് ഒരു നിലം വാങ്ങുന്ന കാര്യമൊക്കെ നമ്മൾ വാങ്ങിക്കുന്നു. അവിടെ ചെന്ന് ഞാൻ തൂങ്ങിച്ചാവുന്ന കാര്യമൊക്കെ ഇതെല്ലാം പിശാചിന്റെ വഴികളാണ്. ഈ സൂയിസൈഡ് കള്ളൻ അറുക്കുവാനും കൊല്ലുവാനും, മോഷ്ടിക്കുവാനും അറുക്കുവാനും കൊല്ലുവാനും അല്ലാതെ മുടിക്കുവാനും വരുന്നു. വെച്ചാൽ അറുക്കുവാനും കൊല്ലുവാനും. നമ്മള് യോഹന്നാൻ 10:10 എന്താ വായിക്കുന്നത്? സ്റ്റീൽ, കിൽ ആൻഡ് ഡിസ്ട്രോയ് എന്നുള്ള കാര്യം വായിക്കുന്നത്. അതായത് മോഷ്ടിക്കുവാനും, ആദ്യം അവൻ മോഷ്ടിക്കും, പിന്നെ എന്ത് ചെയ്യും?
യോഹന്നാൻ 10:10 മോഷ്ടിക്കുവാനും അറുക്കുവാൻ എന്നുള്ളത് കില്ല് ചെയ്യുവാനും, അതായത് കൊല്ലുവാനും, പിന്നെ മുടിക്കുവാനും. ആദ്യം ഒന്ന് മോഷ്ടിക്കും, പിന്നെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അറുക്കും, ആളെയും കൊല്ലാൻ നോക്കും, പിന്നെ അതെല്ലാം അങ്ങ് ചുട്ട് ചാമ്പലാക്കി അങ്ങ് മുടിച്ചു കളയും എന്ന് പറയുന്ന പോലെ. അന്ന് ജോർജ് ബേർ വന്നപ്പോൾ പറഞ്ഞില്ല, 3 സ്റ്റെപ്പ്. ആദ്യം ഒരാൾ മോഷ്ടിക്കാൻ കയറിയപ്പോൾ ആള് കണ്ടു, അപ്പം പിന്നെ അവരെ അങ്ങ് കൊല്ലാം, അപ്പം കൊന്നു. പിന്നെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി എല്ലാം കൂടെ അങ്ങ് ചുട്ട് ചാമ്പലാക്കാം, മുടിക്കാം. അപ്പൊ അതാ അറുക്കുവാനും മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും അല്ലാതെ കള്ളം വരുന്നില്ല. എന്നാൽ അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകും. അപ്പം അറുക്കാൻ പറയുന്നത്, അറുക്കുക എന്ന് പറഞ്ഞാൽ കില്ല് ചെയ്യുക, സ്റ്റീൽ, കിൽ ആൻഡ് ഡിസ്ട്രോയ്. സ്വയമായിട്ട് മരിക്കാനോ മറ്റൊരാളെ കൊല്ലാനോ ഒക്കെയുള്ള ചിന്തകൾ തന്നെ ആരുടെ ചിന്തകളാണെന്ന് വെച്ചാൽ പിശാചിന്റെ ചിന്തകളാണ്, പിശാചിന്റെ ഡയറക്റ്റ് വരുന്ന ചിന്തകൾ. പിശാച് ലോക വ്യവസ്ഥയിലൂടെ നമ്മുടെ ജഡത്തിലൂടെ അഴിച്ചുവിടുന്ന ചിന്തകൾ അതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ആ പിശാചിന്റെ ചിന്തയ്ക്ക് അടിമയായിട്ട് അവന് പോയി സൂയിസൈഡൽ ഹാങ്ങിങ്, അവന് മരിച്ച കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് മത്തായി 27 നമ്മൾ വായിക്കുമ്പോൾ എന്താ വായിക്കുന്നത്? ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞു ചെന്ന് ഞാൻ ചത്ത് കളഞ്ഞ കാര്യക്കെട്ട് ചത്ത് കളഞ്ഞ കാര്യമാണ് നമ്മുടെ മത്തായി 27:5 വായിച്ച. മഹാപുരോഹിതന്മാർ ആ വെള്ളിക്കാശ് എടുത്ത് ഇത് രക്തവിലയാകിയാൽ ശ്രീഭണ്ഡാരത്തിൽ ഇടുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു കൂടി ആലോചിച്ചു. പരദേശികളെ കുഴിച്ചിട്ട് അതുകൊണ്ട് കുശുവന് നിലം വാങ്ങി, ആകയാൽ ആ നിലത്തിന് ഇന്ന് വരെ രക്തനിലം എന്ന പേര് വന്നു. കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നു. ഇസ്രായേൽ മക്കൾ വിലമതിച്ചവന്റെ വിലയായ 30 വെള്ളിക്കാശ് അവർ എടുത്ത് അത് യെരമ്യാവ് 32 അധ്യായത്തിന്റെ 6 മുതൽ 9 വരെയുള്ള ആ ഒരു പ്രവചനവാക്യമാണ്. കർത്താവിന്റെ കാര്യത്തിൽ അത് നിവൃത്തിയായി എന്നുള്ള കാര്യം നമ്മുടെ ഇവിടെ കാണുന്നത്. അതാ 9-ാമത്തെ വാക്യത്തിൽ യിരെമ്യാവിൽ നിന്ന് കോട്ട് ചെയ്ത് മത്തായി എഴുതിയേക്കുക, ഇസ്രായേൽ മക്കൾ വിലമതിച്ചവന്റെ വിലയായ 30 വെള്ളിക്കാശ് അവർ എടുത്തു. കർത്താവിന് 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കും എന്നുള്ള കാര്യം വരെ യെരമ്യാവ് വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചിരുന്നു എന്നുള്ള കാര്യം നമ്മളവിടെ കാണുന്നത്. കർത്താവ് എന്നോട് അരുളി ചെയ്തതുപോലെ കുശുവിന നിലത്തിന് വേണ്ടി കൊടുത്തു എന്ന് യെരമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അന്ന് നിവൃത്തി വന്നു. അപ്പം ഈ ഒരു സമയമാണ് നമ്മൾ. എന്നാൽ ഈ സമയത്ത് എന്താ, ഇൻ ദ മീൻ വൈൽ കർത്താവ് നാടുവാഴിയായ പിലാത്തോസിന് മുമ്പാകെ നിൽക്കുന്നു. യഹൂദന്മാരുടെ രാജാവ് എന്ന് ചോദിക്കുന്ന കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവന് മനസ്സിലായി ഇവര് എന്താ എൻവി കൊണ്ടാണ്, അസൂയ കൊണ്ടാണ് ഇവനെ ഏൽപ്പിച്ചതെന്ന്. ഉത്സവകാലത്ത് ഒരാളെ വിട്ടയക്കുന്ന പതിവായിരുന്നു. 15-ാമത്തെ വാക്യം മത്തായി 27:15. ബറബാസ് എന്ന് ശ്രുതിപ്പെട്ട ഒരു തടവകാരൻ ഉണ്ടായിരുന്നു. അവർ കൂടി വന്നപ്പോൾ പിലാത്തോസ് അവരോട്, ബറബാസിനെയോ ക്രിസ്തു എന്ന് പറയുന്ന യേശുവിനെ ആര് നിങ്ങൾക്ക് വിട്ടുതരണമെന്ന് ചോദിച്ചു. അവർ അസൂയ കൊണ്ട് അവനെ ഏൽപ്പിച്ചത് എന്ന് അവൻ ഗ്രഹിച്ചിരുന്നു. പിലാത്തോസിന് തന്നെ മനസ്സിലായ അസൂയ കൊണ്ടാണ് ഇതെല്ലാം ചെയ്തതെന്നുള്ള കാര്യം. ബാക്കി ജാതികൾക്ക് യഹൂദന്മാർക്ക് മനസ്സിലാവാത്ത കാര്യം ജാതീയനായ പിലാത്തോസിന് അത്രയെങ്കിലും വിവേചനം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. അപ്പം അപ്പോഴാണ് നമ്മള് പിലാത്തോസിന്റെ ഭാര്യയുടെ കാര്യം നമ്മൾ വായിക്കുന്നത്. 19-ാമത്തെ വാക്യം മത്തായി 27:19 അവൻ ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ ഭാര്യ ആളയിച്ചു, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം അനുഭവിച്ചു എന്ന് പറയിച്ചു. അപ്പോൾ താന് ഒരു സ്വപ്നം കണ്ടു. അവിടെ ഇത് നീതിമാനായ ഒരു മനുഷ്യനാണ് തന്റെ ഭർത്താവ് നീതി നടപ്പാക്കാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം, എന്തോ ഒരു കാര്യം ഒരു സ്വപ്നത്തില് വല്ലാതെ ഒരു കഷ്ടം അനുഭവിച്ചൊരു കാര്യം ഭാര്യ ആളയിച്ച് പറയിക്കുന്നു. ആ ഭാര്യ പിന്നീട് വിശ്വാസത്തിലേക്ക് വന്നതായിട്ട്, രക്തസാക്ഷിയായി തീർന്നതായിട്ടും ഒക്കെ ചില ചരിത്രകാരന്മാരെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ പിലാത്തോസ് രക്ഷിക്കപ്പെട്ടു എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. അപ്പൊ ആ ഒരു സ്വപ്നത്തിൽ വരെ അവൾക്ക് ആ ഒരു കാര്യം വെളിപ്പെടുത്താൻ തക്കവണ്ണം ദൈവാത്മാവ് നമ്മൾ ആ ഒരു അബിമലേക്കിന് സ്വപ്നത്തില് എബ്രഹാമിന്റെ ഭാര്യയായ സാറയെ തുടരുതെന്ന് സ്വപ്നത്തില് മുന്നറിയിപ്പ് ലഭിക്കുന്നതായിട്ടൊക്കെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ സ്വപ്നത്തില് ചില മുന്നറിയിപ്പുകളും ചില താക്കീതുകളും ചില ദർശനങ്ങളും ഒക്കെ തരാൻ കഴിവുള്ള സർവശക്തനായ ഒരു ദൈവമാണ്. അതും ഒരു ജാതീയ വനിതയായ റോമൻ ഗവർണറിന്റെ പിലാത്തോസിന്റെ ഭാര്യയ്ക്ക് ആ ഒരു മുന്നറിയിപ്പ് ലഭിക്കുന്നതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ബറബാസിന് 20-ാമത്തെ വാക്യം, എന്നാൽ ബറബാസിനെ ചോദിക്കുവാനും യേശുവിനെ നശിപ്പിക്കുവാനും മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പുരുഷാരത്തെ സമ്മതിപ്പിച്ചു എന്നുള്ള കാര്യം. അപ്പം പിന്നെയും പിലാത്തോസ് ചോദിക്കുക, നാടുവാഴി അവരോട് ഈ ഇരുവരില് ഏവനെ വിട്ടയക്കണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന് ബറബാസിനെ എന്ന് പറഞ്ഞു. അപ്പൊ പിലാത്തോസ് അവരോട് എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചാൽ അവനെ ക്രൂശിക്കണമെന്ന് എല്ലാവരും പറഞ്ഞു.
അവൻ ചെയ്ത ദോഷം എന്താണെന്ന് ചോദിച്ചാൽ അവനെ ക്രൂശിക്കണമെന്ന് വീണ്ടും നിലവിളിച്ച് പറഞ്ഞു. ആ ആ, ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പിലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണിക്കെ കൈ കഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവിന്ന് പറയുന്നതും അവന് രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരുത്തിയെന്ന് ജനം ഒക്കെയും ഉത്തരം പറഞ്ഞതായിട്ടൊക്കെ 25-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. അങ്ങനെ അവർ ബറബാസിനെ അവർക്ക് അവൻ ബറബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു, യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് ക്രൂശിക്കേണ്ടതിനെ ഏൽപ്പിച്ചതായിട്ട് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അതായത് നമ്മുടെ യോഹന്നാൻ 19-1 വാക്യത്തിൽ കർത്താവിനെ സ്കേർജ് ചെയ്യുവാൻ തക്കവണ്ണം, അതായത് അടുപ്പിക്കുവാൻ തക്കവണ്ണം, മാറുകൊണ്ട് അടുപ്പിക്കാൻ തക്കവണ്ണം പട്ടാളക്കാരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ, പിശാചിന്റെ കയ്യിൽ ഒരു കരുവാകുവാന് പിലാത്തോസ് അന്ന് അങ്ങനെ ആയിത്തീർന്നു. തന്റെ ഭാര്യയുടെ ആ ഒരു വാർണിങ്ങോ മുന്നറിയിപ്പോ ഒന്നും അവൻ വകവെച്ചില്ല. മറിച്ച് പുരുഷാരത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി, പുരുഷാരം എന്ന് പറയുന്നു, അവരുടെ വലിയ ബഹളവും കാര്യങ്ങളും ഒക്കെ കേട്ട് അങ്ങനെ അവരുടെ ഇംഗിതത്തിന് വഴങ്ങിക്കൊടുത്തതായിട്ടുള്ള ഒരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും നമ്മള് ദൈവാത്മാവ് എന്ത് പറയുന്നു, ദൈവികമായിട്ടുള്ള ആലോചന നമ്മള് ആരിൽ നിന്ന് കേട്ടാലും അത് തിരസ്കരിക്കാതെ കർത്താവേ ബാക്കിയുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളതല്ല, മറിച്ച് അങ്ങ് എന്ത് പറയുന്നു എന്നുള്ളൊരു കാര്യം കേൾക്കുവാനുള്ള ഒരു ചെവി നമുക്കും ദൈവം തരട്ടെ. ആ ഒരു സത്യതൽപരരായിരിക്കുവാൻ, സത്യത്തെ സ്നേഹിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ യുദ്ധം, നമ്മുടെ പോരാട്ടം ഈ ലോകത്തിൻ്റെതല്ല. നമ്മൾ ഇഹലോകത്തെ നമ്മൾ ജീവിക്കുന്നത്, പക്ഷെ നമ്മുടെ രാജ്യം ഐഹികമല്ല, ഇവിടുത്തേതല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി സ്വർഗീയ പൗരന്മാരായിട്ട് ജീവിക്കുവാനും ഒക്കെ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു സ്വർഗീയമായിട്ടുള്ള ഒരു വലിയ സ്വാതന്ത്ര്യം കർത്താവ് എനിക്ക് വേണ്ടി കെട്ടപ്പെട്ടത് പിന്നെ എല്ലാത്തിലും സ്വതന്ത്രമാക്കാൻ വേണ്ടിയാണ്. ആ ഒരു വലിയൊരു വിധേയത്വത്തോടെ കർത്താവിനായിട്ട് നമ്മളെ തന്നെ പരിപൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ അവിടുത്തെ ആ സത്യത്തിന് ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ഇപ്പോഴും സത്യതൽപരരായിട്ട് സത്യത്തെ സ്നേഹിക്കുന്നവരായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പിലാത്തോസിനെ പോലെ മനുഷ്യനെ പ്രസാദിപ്പിക്കാതെ കർത്താവിനെ പോലെ എല്ലാത്തിലും പിതാവിനെ പ്രസാദിപ്പിക്കാൻ തക്കവണ്ണം തന്നെ ഏൽപ്പിച്ചു കൊടുത്ത യേശുവിന്റെ മാതൃക നമുക്ക് പിൻപറ്റാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.